Soumya and all this for a wonderful session from this webinar, and this is something extra extra thing that we add together this juncture. And I must say, we are all proud to see that such junior doctors are coming and giving lot of information in this webinar, and this is what we are expecting from you to all. And we are here to support you and not to do any damage, but we just want to salute you. I just congratulate you here also. Thank you all once again. നമസ്കാരം. IFBHന്റെ 463 വെബിനാർ ദിനമാണിന്ന്. തുടർച്ചയായി 463 ദിവസമായി നടക്കുന്ന ഈ വെബിനാറിന്റെ മലയാള സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെബിനാർ തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് 1 മിനിറ്റ് മൗന പ്രാർത്ഥന. നന്ദി. എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ദിനം നമ്മോടൊപ്പം എത്തിച്ചേരുന്നത് ഡോക്ടർ സുനിൽ രാജ് എന്ന റിട്ടയർഡ് സൂപ്രണ്ടായ തിരുവനന്തപുരം ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലിലെ റിട്ടയർഡ് സൂപ്രണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഹോമിയോപ്പതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതി വളരുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. 1983 ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഹോമിയോപ്പതിയെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുകയും അത് വളർന്ന് വലുതായി പന്തലിച്ച് അതിലൂടെ വളരെ നല്ല നേട്ടങ്ങൾ കാണുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ഹോമിയോപ്പതിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, കാലഘട്ടം മൊത്തത്തിൽ അങ്ങ് മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പണ്ട് കമ്മ്യൂണിക്കേബിൾ ഡിസീസ് ആയിരുന്നു കൂടുതലെങ്കിൽ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നത്? അതിനുള്ള ഉത്തരം അതിന് ഡോക്ടർ സുനിൽ രാജിന് തരാനാവും. അതുപോലെ തന്നെ എന്തുകൊണ്ട് എങ്ങനെ നമുക്കത് പരിഹരിക്കാം, ഏതെല്ലാം മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാൽ അത് നമുക്ക് മാറ്റിയെടുക്കാം, അതിന് ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാനാവും, ഇതെല്ലാം ആധികാരികമായിട്ട് പറയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ, കഴിഞ്ഞ 4-ാം മാസത്തിലാണ് അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ആയെങ്കിലും അദ്ദേഹം ഹോമിയോപ്പതിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ആളായി നമ്മോടൊപ്പം എന്നും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ ഒരു വെബിനാർ സെഷൻ ഗംഭീരമാക്കുവാൻ അദ്ദേഹത്തിനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദി സുനിൽ രാജ് ഡോക്ടർക്ക് വിട്ടുകൊടുക്കുകയാണ്. സാറ് മറ്റ് പ്രിയമുള്ളവരെ, സ്ക്രീൻ ഷെയറിംഗ് ഉണ്ട്. ഡോക്ടർ മനോജ്, ഞാനിത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇത് ഒരു 45 മിനിറ്റ്സ് ആണ്. പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു സെഷനാണ് ഇത്. അല്ല സാറ് തിരുതിയിട്ട് തീർക്കണ്ട, നമുക്ക് 1-ാം ഭാഗവും 2-ാം ഭാഗവും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് സാറിന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോട് പറഞ്ഞാൽ മതി, ഒരു വെപ്രാളവും കാണിക്കണ്ട. നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് സാറിനുള്ളത്. സാറിന് ഒരു സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകണ്ട. സാറിന്റെ ക്ഷമയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാം. അതിന് ഞങ്ങൾ എല്ലാവരും സാറിനൊപ്പം ഉണ്ട്, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ സർക്കാർ പോലും പുതിയ ഒരു നയം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാന്നുള്ള. അതായത് ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുമ്പോൾ ദിവസം ഒരാള് ജീവിതശൈലി രോഗങ്ങളിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഷുഗറോ ഹൈപ്പർ ടെൻഷനോ വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അലോപ്പതി സെക്ഷനിൽ പറയുന്നത് തന്നെ. പക്ഷെ നമുക്കങ്ങനെയല്ല. നമ്മുടെ ഈ ആയുഷ് സിസ്റ്റംസ് കുറച്ചുകൂടി അവരുടെ ജീവിത ശൈലി തന്നെ മാറ്റിക്കൊണ്ട് അതിന്റെ കറക്ഷൻസ് വരുത്തിക്കൊണ്ട്, പിന്നെ നമ്മുടെ മെഡിസിൻസ്, ഹോമിയോ മെഡിസിന്റെ വേറൊരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ മെഡിസിൻസ് കൊടുത്തുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ടുണ്ടാകും. ഞാനിപ്പോ അതിന്റെ മറ്റുള്ള മെഡിസിനോ മറ്റു ഡീറ്റെയിൽസിനോ ഒന്നും പോകുന്നില്ല. ഞാനിപ്പോ നമ്മൾ ഈ ഗവൺമെന്റ് മേഖലയിൽ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ചികിത്സിക്കാനുള്ള
അവസരം, ഹോമിയോപ്പതിക്ക് കിട്ടിയ അവസരം അതെങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തി എന്ന് മാത്രം ഞാൻ ഈ വേദിയിൽ ഈ സമയം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്തായാലും ആദ്യം തന്നെ ഞാൻ ഈ IFPHന്റെ സംഘാടകരെ വളരെയധികം പ്രശംസിക്കുകയാണ്. കാര്യം 463 ദിവസത്തെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിയിൽ ഒരുപാട് പ്രൊഫഷണൽ സംഘടനകൾ നേരത്തെ തന്നെ ഉണ്ട്. ഞാനും നമ്മുടെ KGHMയുടെ മെഡിക്കൽ ഓഫീസർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ നമ്മളൊക്കെ തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ആലോചന പോലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ള അവസ്ഥയാണ്. കാര്യം നമ്മളെല്ലാം തന്നെ സെമിനാറുകൾ, ഇന്റർനാഷണൽ സെമിനാറുകൾ എല്ലാം നടത്തിയിട്ടുണ്ട്, എല്ലാ രീതിയിലും നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ 461 ദിവസം വിവിധ മേഖലയിൽ നിന്ന്, പബ്ലിക്കിന്റെ വിവിധ മേഖലയിലുള്ള ഇമ്പോർട്ടന്റ് ആൾക്കാർ, ജില്ലാ പ്രസിഡന്റുമാര്, MLA മാര്, മന്ത്രിമാരെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഹോമിയോപ്പതിയുടെ സാധ്യത ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരികയും ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തതിൽ IFPHനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതൊരു ചരിത്രം, നിങ്ങളൊരു ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, വളരെ സംശയമൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ഞാനൊരു ഏകദേശം ഒരു 23 വർഷത്തോളം സർവീസ് ഉണ്ടായിരുന്നു. 23 വർഷം സർവീസിനകത്ത് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഡിസ്പെൻസറികളിലും ഹോസ്പിറ്റലുകളും അവിടെ വരുന്ന OP വരുന്ന പേഷ്യൻസ്, അക്യൂട്ട് ഡിസീസസ്, ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ 2011 കാലഘട്ടത്തിൽ നമ്മൾ ഇതൊന്ന് കുറച്ചുകൂടി മാറി ചിന്തിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങള്, ഇൻഫെർട്ടിലിറ്റി കേസസ്, പിന്നെ സദ്ഗമയ, കുട്ടികളുടെ പഠന വൈകല്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ സീതാലയം പോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്തുകൊണ്ട് അത്തരം മേഖലകളിലും ഹോമിയോപ്പതിയുടെ സാധ്യത മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാണെന്ന് ഗവൺമെന്റിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗവൺമെന്റ് വളരെയധികം ഇതിനകത്ത് നമ്മുടെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയുടെ സാധ്യത ഈ മേഖലകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ വിവിധ പദ്ധതികൾ, പ്രൊജക്ട്സുകൾ രൂപീകരിച്ചു. അതൊക്കെ ഒരു താൽക്കാലിക 4-5 വർഷത്തേക്കുള്ള പ്രൊജക്ട്സ് ആയിരുന്നു. പക്ഷെ അത് ഇന്നും 10 വർഷമായിട്ട് മുന്നോട്ട് പോവുകയാണത്. ഇപ്പൊ 2012 ജീവിതശൈലി രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി ആയുഷ്മാൻ ഭവ എന്നൊരു പ്രോജക്റ്റ് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത്. അപ്പൊ അന്ന് 2012 കോഴിക്കോടാണ് ആദ്യമായിട്ട് പ്രൊജക്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ഡോക്ടർ പ്രേമേന്ദ്രനാണ് എന്റെ ജില്ലാ കൺവീനർ ആയിരുന്നു. അപ്പൊ അന്നുണ്ടായ മെച്ചം മനസ്സിലാക്കിക്കൊണ്ട് 2013 തന്നെ കണ്ണൂര്, കൊല്ലം മേഖലകളിലും കൂടി ഈ ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയും പ്രതിരോധവും ലക്ഷ്യമിട്ടുകൊണ്ട് ആയുഷ്മാൻ ഭവനയോടിന് ഗവൺമെന്റ് തുടക്കം കുറിച്ചു. അപ്പൊ ഭാഗ്യവശാൽ എനിക്കാണ് കണ്ണൂർ ജില്ലയിലെ ജീവിതശൈലി രോഗങ്ങളുടെ ആ പ്രൊജക്ടിന്റെ കൺവീനർ സ്ഥാനം കിട്ടിയത്. അപ്പൊ അതൊരു ഞാൻ നമ്മുടെ റുട്ടീൻ വർക്കിന്റെ കൂടെ കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. പക്ഷെ എന്നാലും അതിന്റെ സാധ്യതകളും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയൊരു മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശുപത്രികളെ ബേസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് നമ്മളെ 34 ഹോസ്പിറ്റൽ ഗവൺമെന്റ് മേഖലയുണ്ട്. അതിൽ ജില്ലാ ഹോസ്പിറ്റലുകൾ 14 ജില്ലയിലുള്ള ജില്ലാ ഹോസ്പിറ്റലുകളെ ബേസ് ചെയ്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിന്റെ ചികിത്സ, അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ പ്രിവെൻഷൻ, ഈ 3 മേഖലകളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പഠനവും ഒരു സാധ്യതയുമാണ് നമ്മൾ ആ പ്രൊജക്ടിന് മുന്നോട്ട് വെച്ചത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലകൾ മുഴുവൻ എല്ലാ ജില്ലകളിലും ആയി കഴിഞ്ഞു. 2017 എല്ലാ ജില്ലകളിലും ഈ പ്രൊജക്ട് വന്നു കഴിഞ്ഞു. കണ്ണൂർ ഓരോ ജില്ലയിലും നമ്മൾ ജില്ലയുടെ പല മേഖലകളിൽ നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കുകയും അതിനകത്ത് ലാബ് ടെസ്റ്റ് നടത്തുകയും സാധ്യതാ ഗ്രൂപ്പുകളെ കണ്ടെത്തുകയും അവർക്ക് പിന്നെ ഒരുപാട് പല കേസുകളും അതൊക്കെ ആ രീതിയിൽ നമ്മൾ ഇത് കുറച്ചുകൂടി പ്രൊപ്പഗൻഡ കൊടുക്കുകയും അതിന്റെയൊക്കെ ലാബ് ടെസ്റ്റ് നടത്തി വൾണറബിൾ ഗ്രൂപ്പ്സിനെ കണ്ടെത്തി അവർക്ക് പ്രത്യേക അന്ന് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ യോഗയൊക്കെ ഉണ്ട്, യോഗയും നാച്ചുറോപ്പതി ഡോക്ടറൊക്കെ ഉണ്ട്. അപ്പൊ അതുകൂടി കുറച്ചുകൂടി അതും ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ യോഗ ട്രെയിനിങ് കൊടുക്കുക. അതിനുശേഷം തന്നെ നമ്മുടെ മെഡിസിൻസ്, നമ്മുടെ അനന്ത സാധ്യതയാണ് ഹോമിയോപ്പതി മെഡിസിൻ ഉള്ളത്. ഹോമിയോപ്പതി മെഡിസിന്റെ സാധ്യതകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആയാലും ശരി, മയസ്മാറ്റിക് മെഡിസിൻ ആയാലും കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളൊരു സ്റ്റെപ്സ് കൂടി നമ്മൾ അതിനകത്ത് ആ പ്രൊജക്റ്റിനകത്ത് ഉൾക്കൊള്ളിച്ചു. അപ്പൊ അത് എല്ലാ ജില്ലയിലും വലിയൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. എല്ലാ ജില്ലകളിലും ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പല മേഖലകളിലും ക്യാമ്പ് നടത്താനും എല്ലാം തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ വ്യക്തമായിട്ടും ഓരോ ജില്ലയിലും സ്ഥിരം സംവിധാനമാവാത്തോണ്ടുള്ള പ്രയാസങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ പ്രൊജക്ട് വിജയിച്ചു കഴിയുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനുവേണ്ടി തസ്തിക ക്രിയേറ്റ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള കൂടുതൽ സാധ്യത ഉണ്ടാക്കുക എന്നുള്ള രീതിയിലോട്ട് മുന്നോട്ട് പോകും.
ഞാൻ അതിന്റെ ചെറിയ കാര്യം, ഇതിപ്പോ ഈ ഒരു പ്രസന്റേഷനകത്ത് ഞാൻ പല സെമിനാറിൽ നിന്ന് എടുത്ത ചില കഷ്ണങ്ങൾ വെച്ചുകൊണ്ട് ഒരു പ്രസന്റേഷൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആ PPT ഞാൻ പ്രസന്റ് ചെയ്യാം. ഡോക്ടർ സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട് ഡോക്ടർ. ഓക്കെ. ഗ്രീൻ ബട്ടൺ സ്ക്രീനിന്റെ താഴെ ഉണ്ട്. ഓ, ഒരു ഗ്രീൻ ഷെയർ സ്ക്രീൻ ഓപ്ഷൻ താഴെ ഉണ്ട് സ്ക്രീൻ. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ബോർഡ് താഴെയായിട്ട് ഷെയർ സ്ക്രീൻ പച്ച കാണാം. ഓക്കെ. കാണുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. ഓക്കെ. ഞാനിതിന്റെ നമ്മുടെ ശാസ്ത്രശാഖയുടെ ഇത്തരം മേഖലകളിൽ ഇത്തരം അസുഖങ്ങളിലുള്ള നമ്മുടെ സാധ്യതയാണ് ഞാൻ ഇതിനകത്ത് മുന്നോട്ട് ഞാൻ ഈ ഗവൺമെന്റ് മേഖലയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഈ സെഷനിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ എൻ്റെ സ്റ്റേറ്റ് കൺവീനർ ആയിരുന്നു. അതിന്റെ ഒരു ക്ലാസിന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് ട്രീറ്റ്മെന്റ് ആണ്. ഒന്ന് സിസ്റ്റമാറ്റിക് ട്രീറ്റ്മെന്റ്, പിന്നെ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ്, കാര്യം കോംപ്ലിക്കേറ്റ് കേസുകളിലുള്ള പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ നാച്ചുറോപ്പതി യോഗയുടെ ഹെൽപ്പോട് കൂടി വൾണറബിൾ കേസസ് റിസ്ക് ഗ്രൂപ്പിനെ കണ്ടെത്തി അവർക്കുള്ള കറക്ഷൻസ്. പിന്നെ നമ്മൾ ഈ ഓരോ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഏർലി ഡിറ്റക്ഷൻ നടത്തി, പ്രിവെൻഷൻ ഓഫ് ഇൻസിഡിക്ക് വേണ്ടിയിട്ട് ഏർലി ഡിറ്റക്ഷൻ നടത്തി അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പിനെ കണ്ടെത്തി. ഇപ്പം ഡയബറ്റിക് ഉള്ള ആൾക്കാരുടെ മക്കൾക്കെല്ലാം ഡയബറ്റിക് അവർ വരാൻ സാധ്യതയുണ്ട് ആ ഗ്രൂപ്പിൽ, ആ ഒരു ഫാമിലിയിൽ. അപ്പൊ അത് കണ്ടെത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട പ്രത്യേക യോഗ സെഷൻസും മെഡിക്കൽ ക്യാമ്പും നമ്മുടെ ക്യാമ്പും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മെഡിസിൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസിന് കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് എൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പം കാലങ്ങൾ കൊണ്ട് വിലയിരുത്താനുള്ള കാര്യങ്ങൾ. എൻ്റെ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ എല്ലാ അസുഖങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നമ്മൾ ഡയബറ്റീസ് മെല്ലിറ്റസ് ടൈപ്പ് 2 ആണ് പ്രധാനമായിട്ടും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ കാർഡിയോ വാസ്കുലർ ഹൃദയ ധമനി രോഗങ്ങളാണ്, CAD, കൊളസ്ട്രോളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന CAD, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഒബേസിറ്റി. പിന്നെ ക്യാൻസർ ചില ജില്ലകളിൽ ഇപ്പം വണ്ടൂര് നമ്മുടെ ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പം മലപ്പുറം ജില്ലയിൽ ഇത് ഈ പ്രൊജക്റ്റ് ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പൊ ക്യാൻസർ ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ പ്രൊജക്റ്റിനകത്താണ് ക്യാൻസർ കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ COPD ആണ്. നമ്മൾ ഈ പല ക്ലാസ്സുകൾ ഇങ്ങനെ പലയിടത്തും ഞാൻ അതിന്റെ ഒരു മോഡലാണ് അതിന്റെ നമ്മൾ പലയിടത്തും മലയാളത്തിന്റെ ക്ലാസ്സുകൾ ജില്ലകളിൽ നമ്മൾ ഈ ഓരോ ക്യാമ്പിൽ നടത്തുമ്പോൾ അവിടെ ഈ ക്ലാസ്സുകൾ എന്താണ് പ്രമേഹമെന്നും അതെങ്ങനെ വരുന്നുവെന്നും ഒക്കെ ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് ആണ് അവർ ഈ കാര്യങ്ങൾ ജനങ്ങളെ കൂടുതൽ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതാണ് സംഭവം. നിങ്ങൾ ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ വലിയൊരു രോഗം എന്ന് പറഞ്ഞ് പുറമേ നിന്ന് വന്ന അണുക്കൾ വന്ന രോഗം എന്ന് പറഞ്ഞ് പേടിച്ചോടൊന്നും വേണ്ട. ഇതാണ് കാര്യം. നിങ്ങൾക്ക് തന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ പേടിക്കേണ്ട അവസ്ഥ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. ജനങ്ങളിലുള്ള പേടി മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പ്രൊജക്റ്റിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ജനങ്ങളിലുള്ള പേടി മാറ്റുക, അത് വരാനുള്ള സാഹചര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. എന്തുകൊണ്ടൊക്കെയാണ് ഇത് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ അസുഖം വരുന്നത്, എങ്ങനെ നമുക്ക് കറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഏത് രീതിയിൽ എന്തൊക്കെയാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ്, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലുള്ള പേടി, പ്രമേഹം വന്നുകൊണ്ടേ പോയി സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആ രീതിയിലുള്ള ഭയം മാറ്റിക്കൊണ്ട് ഹോമിയോപ്പതി ചികിത്സയിലൂടെ ശാസ്ത്രശാഖയിലൂടെ നിങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട അവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ രീതിയിലുള്ള പിന്നെ അത് തന്നെ ചില കേസുകളുണ്ട്, കോംപ്ലിക്കേറ്റഡ് കേസുകളുണ്ട്. വിരൽ മുറിക്കണം, കാലും മുറിക്കണം. ഇപ്പൊ സൈഡ്സ് ആണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഇത്തരം കേസുകൾ നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് നോക്കി വിരൽ മുറിക്കാത്ത അവസ്ഥ, കാലും മുറിക്കാത്ത അവസ്ഥയിലാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ പാലിയേഷനാണ് പാലിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം യോഗ നാച്ചുറോപ്പതി ഡോക്ടർ അതിന്റെ കറക്റ്റ് മെഡിസിൻസ് ഈ ഭക്ഷണ ക്രമീകരണം പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട യോഗ കൊടുക്കുക, ഇങ്ങനെ ചെറിയ മൈൽഡ് എക്സസൈസ് കൊടുക്കുക, പിന്നെ അവരുടെ മനസ്സിന്റെ സ്ട്രെസ് മാറാൻ വേണ്ടിയുള്ള ബ്രീതിങ് എക്സസൈസ് കൊടുക്കുക, ചെറിയ മെഡിറ്റേഷൻസ് കൊടുക്കുക. അപ്പം തന്നെ നമ്മുടെ മെഡിസിൻസ് ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുത്തുകൊണ്ട് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് പാലിയേഷൻ
വേണ്ട കേസുകളിൽ പാലിയേഷൻ, ആ രീതിയിലുള്ള ഒരു അപ്രോച്ചോടുകൂടി വളരെയധികം ജനങ്ങളിൽ നമുക്കൊരു വിശ്വസ്തത നമ്മുടെ ഹോമിയോ ശാസ്ത്രശാഖയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധ്യത നമ്മൾ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒരുപാട് പേര് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അവിടെ ഒരു പ്രത്യേകം തന്നെ റെക്കോർഡ്സ് സൂക്ഷിക്കുകയും ഇത്രയും ടെസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ റെക്കോർഡ്സ് ആ റെക്കോർഡ്സ് എല്ലാം തന്നെ ഡേറ്റ കളക്ഷൻ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് കളക്ട് ചെയ്യും. അതിന്റെ ഓരോ റുട്ടീനായിട്ട് 6 മാസം കൂടുമ്പോൾ, ഒരു വർഷം കൂടുമ്പോൾ അതിന്റെ വാല്യൂഷൻ, പ്രോപ്പർ വാല്യൂഷൻ നടത്തി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ എന്താണ് പിന്നെ ഉള്ള ഹൃദ്രോഗമാണ്. അത് ഹൃദയധമനി രോഗങ്ങളാണ് നമ്മൾ ഈ ആയുഷ്മാൻ ഭാരത് കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മളത് ആൾക്കാരെ എന്താണ് നിങ്ങൾ ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അന്തം വിട്ടുപോകണ്ട. കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. കൊളസ്ട്രോൾ വേണം, നല്ല കൊളസ്ട്രോൾ വേണം. ഒരുപാട് കാര്യങ്ങളിൽ ഈവൻ സെൽ മെമ്പറൈനിൽ പോലും കൊളസ്ട്രോൾ ഉണ്ട്. നിങ്ങളത് അതൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ പാടില്ല എന്ന് പറയുന്നത് അത് നമ്മൾ അവരെ അറിയിച്ചു കൊടുത്തുകൊണ്ട് എന്താണ് ഈ ബ്ലോക്ക്, എങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്നത്, അതെല്ലാം തന്നെ ജനങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ട് അവരിലുള്ള ഇതിനെക്കുറിച്ചുള്ള ഭയം മാറ്റുകയും, പിന്നെ എന്തുകൊണ്ടാണ് ഈ മോശപ്പെട്ട കൊളസ്ട്രോൾ കൂടണ്ട, അല്ലെങ്കിൽ അത് കൂടാതെ നിങ്ങൾ ആഹാരം ക്രമീകരിക്കണം, പ്രോപ്പർ വ്യായാമം വേണം, ഒപ്പം തന്നെ നമ്മുടെ മെഡിസിൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് കേസുകളിൽ ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽ കുറയ്ക്കുക, LDL ലെവൽ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഓരോ കേസുകളും അനാലിസിസ് നടത്തിക്കൊണ്ട് നമ്മളത് നമ്മുടെ ഡേറ്റ തന്നെ, നമ്മുടെ എല്ലാ ആയുഷ്മാനിലും വ്യക്തമായ ഡേറ്റ തന്നെ ഉണ്ട്. പിന്നെ ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ജനങ്ങൾ ഒരാൾക്ക് പ്രഷർ കണ്ടു കഴിഞ്ഞാൽ അയാൾ പിന്നെ അതോടുകൂടി അയാൾ വിചാരിക്കുക ഇനി ഞാൻ എൻ്റെ ജീവിതകാലം അവസാനം മരണം വരെ മരുന്ന് കഴിക്കുക. കുറച്ചാൾ ഒരു മരുന്ന് കഴിക്കും, പിന്നെ ഒരു ഗുളിക രണ്ടു നേരം ആക്കും. അപ്പൊ അതൊക്കെ തന്നെ അതൊന്നെല്ലാം തന്നെ ഒരുപാട് പേരെ നമ്മൾ ഈ ആയുഷ്മാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കഴിച്ചുകൊണ്ട് ഒരുപാട് മരുന്ന് കഴിച്ചുകൊണ്ട് മരുന്ന് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ തന്നെ വ്യക്തമായ ഡേറ്റ നമുക്ക് കിട്ടും. BP, ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻസ് കൊടുക്കുകയും അത് ആ രീതിയിൽ ആദ്യകാലങ്ങളിൽ അപ്രോച്ച് ചെയ്യുക. അതിനുശേഷം തന്നെ നമ്മുടെ മെഡിസിൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് കൊടുത്തുകൊണ്ട് തന്നെ BP തന്നെ സ്ഥിരം മരുന്ന് കഴിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിന്റെ കൂടെ എല്ലാ റുട്ടീൻ ടെസ്റ്റ്, സോഡിയം, പൊട്ടാസ്യം, ക്രിയാറ്റിൻ അതെല്ലാ ലെവലിൽ നോക്കിക്കൊണ്ട് ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കിക്കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ആ യൂണിറ്റ് കിട്ടിയുള്ള ആ പ്രൊജക്റ്റുകളുടെ ഏറ്റവും വലിയ മെച്ചം വെച്ചാൽ അതാണ്. നമുക്ക് വ്യക്തമായിട്ട് ഡേറ്റ കളക്ട് ചെയ്യാനും അവരുടെ ട്രൈഗ്ലിസറൈഡ്സ് ലെവൽസ്, LDL ലെവൽ, HDL ലെവൽ കൂടുന്നത് ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് അവർക്ക് നമുക്ക് റെക്കോർഡാക്കി സൂക്ഷിച്ച് ഡേറ്റ ആക്കി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇന്നിപ്പം നമ്മുടെ എല്ലാ യൂണിറ്റും ഉള്ളത്. പിന്നെ ഇത് ഹൈപ്പർ ടെൻഷന്റെ സങ്കീർണതകൾ. നിങ്ങൾ ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിസ്സാരമായിട്ട് കാണണ്ട. അവർക്ക് ഒരു ചെറിയ പേടിയും വേണം ജനങ്ങൾക്ക്. ഹൈപ്പർ ടെൻഷൻ വന്നിട്ട് ഞാൻ അതൊന്നും സാരമില്ല, ഹോമിയോ ഡോക്ടർ പറഞ്ഞതൊന്നും ഒരു പ്രശ്നമൊന്നുള്ള കാര്യമല്ല, നിങ്ങളുടെ പണി ഇതൊന്നും അതല്ല. അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുക. അത് ഹോമിയോ മെഡിസിൻ കഴിച്ചാലും അത് നാച്ചുറോപ്പതിന്റെ ഫോളോ ചെയ്തും ഒക്കെ തന്നെ പ്രഷർ നമ്മൾ കൺട്രോൾ വരുത്തുക. അല്ലെങ്കിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് കൂടി നമ്മൾ കൊടുത്ത് അവർക്ക് ആ ചെറിയൊരു ഭയം കൊടുക്കാനും നമുക്ക് ഭയമല്ല അത്. കാര്യം വെച്ചാൽ അത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. ആ ഒരു ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നതെന്നും അല്ലാതെ ഇതൊരു ബ്ലൈൻഡ് ആയിട്ടല്ല. നിങ്ങൾക്ക് പ്രഷർ കൊണ്ട് നിസ്സാരമായിട്ട് കാണുക എന്നുള്ളതല്ല. ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ടും നിങ്ങളൊരു ഹോമിയോപ്പതി ഫിസിഷ്യൻ അല്ലെങ്കിൽ നമ്മൾ ആരാണോ, നമ്മൾ പിന്നെ ഹോമിയോപ്പതി ഫിസിഷ്യന്റെ കാര്യമാണല്ലോ പറയുന്നത്. ഹോമിയോപ്പതി ഫിസിഷ്യന്റെ കൺട്രോളിലായിരിക്കണം, അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഉറപ്പാക്കാം. പിന്നെ നമുക്ക് കാണുന്ന ഇപ്പൊ ജനങ്ങളിൽ കൂടുതൽ ഉള്ള ഒരു പ്രശ്നമാണ് സ്ട്രോക്ക്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ സ്ട്രോക്ക് ഒരുപാട് നമ്മൾ വളരെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിട്ട് വന്നിരിക്കുകയാണ്. ഒരാള് കുഴഞ്ഞു വീഴുക, ഒരു വശം തളർന്നു പോകുക. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യം നമുക്കിപ്പോ സ്ട്രോക്ക് കേസുകൾ നമ്മൾ എടുക്കാറില്ല അവിടെ ഹോസ്പിറ്റലിൽ. കാര്യം നമുക്കറിയാം അതിന്റെ ആ ക്രിട്ടിക്കൽ സമയത്തിനകത്ത് മരുന്ന് ഇഞ്ചക്ഷൻ നടത്തിക്കൊണ്ട് സ്ട്രോക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമുള്ള. അപ്പൊ നമ്മൾ അതിന് സ്ട്രോക്ക് കേസുകൾ നമ്മൾ നേരിട്ടെടുക്കാറില്ല. പക്ഷെ സ്ട്രോക്കിന് ശേഷം ഉള്ള കാര്യങ്ങളിൽ അവരുടെ റുട്ടീൻ ലൈഫ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സംശയം വേണ്ട. നമ്മുടെ മെഡിസിൻസ് കൊണ്ട് പിന്നെ യോഗയും ഒക്കെ കൊണ്ട് അവരുടെ ഒരു വശം തളർന്നവരെ പോലും നമുക്ക് കുറച്ച് എഴുന്നേറ്റ് നടന്ന അവരുടെ റുട്ടീൻ കാര്യങ്ങൾ നോക്കാൻ. അതിനുശേഷം മറ്റു ജോലിക്ക് പോയ ആൾക്കാർ നമ്മുടെ യൂണിറ്റിനകത്തുണ്ട്. ആ സ്ട്രോക്ക് എങ്ങനെ വരുന്നതെന്നും ഇതെല്ലാം തന്നെ സ്ട്രോക്ക് വരാനുള്ള കാരണം ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. എന്തൊക്കെ ലക്ഷണങ്ങൾ ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, ഇതൊക്കെ തന്നെ മനസ്സിലാക്കി
ആ രീതിയിൽ തന്നെ നമ്മൾ ജനങ്ങളെ ആരോഗ്യം സംരക്ഷിക്കുകയും അവർ സ്ട്രോക്കിന് അടിമപ്പെട്ടു പോകാത്ത രീതിയിൽ. കാര്യം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് പിന്നെ അയാളുടെ ജോലി ചെയ്യാൻ അയാളുടെ ഓരോ റൊട്ടീനിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് അവർ കുറച്ചുകൂടി മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിത് ഈ രീതിയിൽ തന്നെ ക്യാമ്പുകളിൽ സംസാരിക്കാറ്. പിന്നെ നമ്മൾ ഈ ഓരോ വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29 ഇങ്ങനെ ഓരോ ഡേയും നമ്മളത് ഒരു പ്രൊപ്പഗൻഡ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പല ക്യാമ്പുകളിൽ റാലികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഈ ആയുഷ്മാൻ യൂണിറ്റ് മുൻകൈ എടുക്കുന്നത്. പിന്നെ ഒരു വലിയ പ്രശ്നമാണ് ഒബേസിറ്റി. ഒബേസിറ്റി ഒരു വലിയ ഒരു പ്രശ്നമായി മാറുകയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നൊരു ഒബേസിറ്റി. അതും ഈ ആയുഷ്മാൻ യൂണിറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാര്യം എന്താണ് ജനങ്ങൾക്ക് കൂടുതൽ അടിമപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന അവസ്ഥ, അതൊക്കെ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ആയുഷ്മാൻ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൊണ്ണത്തടി ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇത് അവരുടെ നിങ്ങൾ ഈ രീതിയിലാണ് നമ്മൾ ഇതിന്റെ ചെയ്യുന്നതെന്നും പിന്നെ ബോഡി മാസ് ഇൻഡെക്സ് പിന്നെ ആ രീതിയിൽ നമ്മൾ ജനങ്ങളെ അവയർനെസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ തടിയുണ്ട് ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഈ രീതി വരാൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒബേസിറ്റി കോസസ്, ഒബേസിറ്റി നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. പണ്ടൊരു ഒരു മനസ്സിന്റെ പ്രശ്നമായിരുന്നു. പണ്ട് കുട്ടികൾക്കെല്ലാം തടിയുള്ള വളരെ കളിയാക്കുക. അപ്പൊ അവർക്കൊരു മാനസിക, പക്ഷെ അതൊന്നും മാത്രമല്ല, ഇത്രയും കോംപ്ലിക്കേഷൻസ് അതിന്റെ പറയലുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ ഈ തടിയുള്ള ഒരു ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഹൃദ്രോഗങ്ങൾ വരാം, വന്ധ്യത വരാം, പ്രമേഹം വരാം, പക്ഷാഘാതം വരാം, രക്തവാതം, കരൾ രോഗങ്ങൾ വരാം. ഇതൊക്കെ വന്ധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഒബേസിറ്റി ഇതിനോടെല്ലാം തന്നെ മുൻകൂട്ടി നിങ്ങൾ മനസ്സിലാക്കുകയും ഒബേസിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കുകയും വേണം. അത് വ്യായാമമാണെങ്കിൽ വ്യായാമം, ആഹാരം നിയന്ത്രിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ സ്ട്രെസ് ചെയ്ത് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെയുള്ള കേസുകൾ ഒബേസിറ്റി കൂടുതലും ലേഡീസ് ഒക്കെയാണ്. നമ്മൾ കൂടുതലും ലേഡീസും കുട്ടികളാണ്. കുട്ടികൾ ഈ ഇപ്പോഴത്തെ ചിക്കനാണ് ഏറ്റവും വലിയൊരു മാരകമായ പ്രശ്നമായി വന്നിരിക്കുന്നത്. അത് വളരെയധികം കുട്ടികൾക്ക് അവരുടെ ഒരു നോർമൽ വെയിറ്റിനേക്കാളും 3 ഇരട്ടിയും 4 ഇരട്ടിയും വെയിറ്റ് ഉള്ള കുട്ടികളാണ് നമ്മൾ പല കേസുകളും കണ്ടേക്കുന്നത്. ഇത് നമ്മുടെ ഒരു സെമിനാറിന് നമ്മുടെ ഒരു ആയുഷ് കോൺക്ലേവ് ഉണ്ടായിരുന്നില്ല, അന്ന് നമ്മളൊരു പ്രസന്റേഷൻ നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ആയുഷ്മാൻ സിഗ്നിഫിക്കൻസ് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ആ കോൺക്ലേവില് വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് പ്രസന്റ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളവിടെ ഒ പി രജിസ്ട്രേഷൻ, പിന്നെ കൺസൾട്ടേഷൻ, ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസറുടെ കൺസൾട്ടേഷൻ, പിന്നെ നാഷണൽ മെഡിക്കൽ ഓഫീസർ ഉണ്ട്, അവരുടെ കൺസൾട്ടേഷൻ ഉണ്ടാവും. പിന്നെ യോഗ ട്രെയിനർ ഉണ്ട്. അപ്പൊ അവർക്ക് ആ വേണ്ട യോഗ ട്രെയിനിങ് കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ എന്താണോ വ്യായാമക്കുറവ് വരുന്നത് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊരു മറ്റു യോഗയല്ല ഉദ്ദേശിക്കുന്നത്, തെറാപ്പറ്റിക് യോഗയാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന അസുഖത്തിന് എന്താണോ നിങ്ങൾക്ക് വേണ്ട യോഗ, എന്താണോ വേണ്ടത് അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അല്ലാതെ ഒരു വെറും കോമൺ യോഗയല്ല. പിന്നെ വെൽനസിന് വേണ്ടിയിട്ടുള്ള വെൽനസ്, ഓരോ മനുഷ്യന്റെയും വെൽനസ് സൂക്ഷിക്കാനായിട്ട് ഉള്ള യോഗയെ കൂടി നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യോഗ ട്രെയിനർ തന്നെ ഉണ്ട്, ആ ഒരു പോസ്റ്റ് തന്നെ ഉണ്ട്. ഈ യോഗ ട്രെയിനറും ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസറും വളരെ വിശദമായിട്ട് തന്നെ. കാര്യം നമ്മൾ ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ നമ്മൾ ഈ വരുന്ന നമ്മുടെ ഒ പി വരുന്ന കേസുകളിൽ, നമ്മുടെ ഡിസ്പെൻസറി ഒ പി വരുന്ന കേസുകളിൽ ഒന്നും അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മിക്കവാറും ഒരുവിധം ഉള്ള ഡിസ്പെൻസറി 200-300 കേസുകളൊക്കെയാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഒരു ഡയബറ്റിക് കേസോ ഹൈപ്പർ ടെൻഷൻ കേസോ ഒബേസിറ്റി കേസോ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കേസ് എടുക്കാൻ സമയം കിട്ടത്തില്ലായിരുന്നു. ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് കേസ് ടേക്കിംഗ് ആണ്. ഒരു 10-15 മിനിറ്റ് എടുത്ത് ആ പേഷ്യന്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ ഹോമിയോപ്പതി മരുന്നിന്റെ സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റൂ. അല്ലാതെ ഒരു ഓഫ് ആൻഡ് പ്രിസ്ക്രിപ്ഷനിലൊന്നും നടക്കത്തില്ല. ഒരാൾ ഒരു അരമണിക്കൂറോളം, കാര്യം നമ്മുടെ ഈ ആയുഷ്മാൻ വീട്ടിൽ എനിക്കൊന്നൊരു 12 മുതൽ ഞാൻ റിട്ടയർ ചെയ്യുന്നവരെ ഞാനകത്ത് വർക്ക് ചെയ്യും. ഞാൻ അവസാനം സ്റ്റേറ്റ് കൺവീനർ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന കേസുകളൊക്കെ തന്നെ ഒരു അടുക്ക് ഫയലുമായിട്ടാണ് വരുന്നത്. ഒരു അടുക്ക് ഫയലും കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഫയലെല്ലാം നോക്കുകയും ആ ഫയലിനകത്ത് ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അപ്പൊ തന്നെ ആ പേഷ്യന്റിന് ഒരു തൃപ്തി വരികയാണ്, സാറ്റിസ്ഫാക്ഷൻ വരികയാണ്. കാര്യം ഈ ഡോക്ടർ എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. കാര്യം നമുക്കും ആവശ്യമാണ്. കാര്യം ഈ പേഷ്യന്റ് വളരെ ആ ഒരു റിസ്ക് ഉള്ള ഒരു സംഭവം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ പേഷ്യന്റ് നാളെ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിനകത്തൊരു വ്യക്തമായ ഒരു അറിവ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു ഡേറ്റ നമ്മുടെ വേണം.
ഈ നാളെ ഈ പേഷ്യന്റ് എന്ത് സംഭവിക്കാം. കാര്യം ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ഒരുപാട് അവെയർ ആണ്. യൂട്യൂബ് കണ്ടും അത് കണ്ടും ഒക്കെ ഒരുപാട് അവെയർ ആണ് ഈ കാര്യങ്ങളിൽ. അപ്പൊ അവരെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശാസ്ത്രീയ വശം, പിന്നെ മാത്രമല്ല നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു അശാസ്ത്രീയമായ ശാഖയാണ്, നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യമില്ലെന്ന് പറയുന്ന ഡോക്ടർമാരും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് കൂടി ഫേസ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഈ രീതിയിൽ നമ്മളെല്ലാം മനസ്സിലാക്കുകയും നിങ്ങളെ ശാസ്ത്രീയമായ രീതിയാണ് തരുന്നതെന്നും, അതുപോലെ നമ്മൾ അവരുടെ ഫോംസ് ഒക്കെ ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട്, അവരുടെ കൺസെന്റ് ഫോം ഒക്കെ ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവരുടെ ബൈസ്റ്റാൻഡർ അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവർ വ്യക്തമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ യൂണിറ്റിൽ ഈ ഡോക്ടറുടെ അല്ലെങ്കിൽ ഈ ഹോമിയോപ്പതി സിസ്റ്റത്തിന്റെ സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതെന്നുള്ള കൺസെന്റ് ഫോം കൂടി ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. നാച്ചുറോപ്പതി ഡോക്ടറുടെ സേവനം എന്ന് വെച്ചാൽ ഒരു വളരെയധികം ഭക്ഷണക്രമം നമുക്ക് തന്നെ ഹനുമാൻ തന്നെ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണം, ഏത് സാഹചര്യത്തിൽ വേണം ജീവിക്കാൻ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹനുമാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു നാച്ചുറോപ്പതി ഡോക്ടർ ഉണ്ടെങ്കിൽ അവർ പറയുമ്പോൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പഠിച്ചിട്ടിരിക്കുന്നുണ്ട്. അവർ കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാനും ആ രീതിയിൽ അവർക്ക്, പ്രത്യേകിച്ച് നാച്ചുറോപ്പതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ യോഗയാണ് കേട്ടോ. അവരുടെ യോഗ ട്രെയിനറുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ വ്യക്തിക്കും വേണ്ട, ഓരോ വ്യക്തിക്കും വേണ്ട വ്യക്തമായ യോഗ. സാധാരണ നമ്മള് പണ്ടൊരു തമാശക്ക് ഞാനൊരു കേട്ടാണ്, ഒരു സ്ഥലത്ത് നിന്ന് കേട്ടതാണ്. യോഗ ട്രെയിനർ അടുത്ത് പോയിട്ട് കാല് വയ്യാതെ പോയ ആള് അവസാനം യോഗ ഇരുത്തി പൊസിഷൻ തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹം ഒന്ന് കാലേ മർത്തി കാലിന് എല്ലൊടിഞ്ഞു പോയ അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ പലരും തമാശയായിട്ട് നടന്ന സംഭവം ഒന്നും അറിയത്തില്ല. എന്തായാലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം കോഷ്യസ് ആയിട്ട് നമ്മുടെ ആശുപത്രിയിൽ ഏറ്റവും ക്വാളിഫൈഡ് BNVS പാസ്സായ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കലായ ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തെറാപ്പറ്റിക് യോഗയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഹനുമാൻ അപ്പോർസം 77 തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇത്തരം രോഗങ്ങളിൽ, ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഹോമിയോപ്പതി കൈകാര്യം ചെയ്യേണ്ടത്, ഹോമിയോപ്പതിയുടെ സാധ്യത എന്താണ് എന്നെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം തന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ COVID-19, അദ്ദേഹം വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു നിങ്ങൾ ഈ ചെറിയ വൈറസിന്റെയും ബാക്ടീരിയയും പറയാൻ പോയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമൊന്നുമല്ല ഇതിനെല്ലാം വൈറസിനെയും ബാക്ടീരിയ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത്. അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ 220 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വൈറസിനെയും ബാക്ടീരിയയും നിങ്ങൾക്ക് നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ലോകത്ത് സർവൈവ് പറ്റത്തില്ല, ഒരു സംശയം വേണ്ട. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എന്തെല്ലാം സാധനമുണ്ട്, എന്തെല്ലാം രീതികൾ നമുക്ക് ഓരോത്തിനെ നശിപ്പിക്കാനുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, ലോകം അറച്ചു നിൽക്കുകയല്ലേ, അത്ഭുതപ്പെട്ട് നിൽക്കുകയല്ലേ, ഓരോരോ മ്യൂട്ടേഷൻസും വന്നുകൊണ്ട്. ഹനുമാൻ പണ്ടേ പറഞ്ഞ കാര്യമാണിത്, വളരെ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അണുക്കളാണ് ഉണ്ടാക്കുന്നതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അണുക്കളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും മാനവരാശിക്ക് ഒരിക്കലും നിലനിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഈ അണുക്കളോട് പോരാടിക്കൊണ്ട് തന്നെ അവരുടെ സർവൈവലും ഉണ്ട്, അവർക്കും സർവൈവ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ പ്രകൃതിയിൽ. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ, ജീവിത സൗകര്യങ്ങൾ, എങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മറ്റ് ഓർഗാൻസിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും, ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ മധുരമുള്ള പൊട്ടൻ ടേസ്റ്റ് ഗുളികകൾ കഴിച്ചുകൊണ്ട് മാത്രമേ മാനവരാശിക്ക് ഈ ഇന്നത്തെ കാലത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മധുരമുള്ള പൊട്ടൻ ടേസ്റ്റ് ഗുളികകൾ കൊണ്ട് മാത്രമേ ഇന്ന് മാനവരാശിക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോപ്പതി ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നതാണ് നമ്മൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും അവരുടെ ഡിസ്പോസിഷനും അവരുടെ സസെപ്റ്റിബിലിറ്റി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് തന്നെ അവരുടെ പാരൻസിന്റെ, അവരുടെ ഗ്രാൻഡ് പാരൻസിന്റെ എല്ലാം ചോദിച്ചുകൊണ്ട് തന്നെ അനന്ത സാധ്യതകൾ ഉള്ള ഈ ശാസ്ത്രശാഖയുടെ കാര്യം ഇപ്പം ജനറ്റിക് ആയിട്ട് പോയി മെഡിസിൻ കണ്ടുപിടിക്കാനുള്ള രീതിയിലൊക്കെ പുതിയ ശാസ്ത്രശാഖയുടെ സയന്റിഫിക് രീതിയിൽ ആൾക്കാർ ഓരോരുത്തർ അതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹനുമാൻ പണ്ടേ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാരൻസിന്റെയും ഗ്രാൻഡ് പാരൻസിന്റെയും ഹിസ്റ്ററി അന്വേഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജനറ്റിക് രീതിയിലങ്ങ് എത്തും. എന്താണോ അടിസ്ഥാനം, എന്താണോ നിങ്ങളുടെ ഈ രോഗത്തിന്റെ ഏറ്റവും അടിത്തറ, നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഈ രോഗത്തിന്റെ അടിത്തറയിൽ നിങ്ങൾ എത്തും, പ്രോപ്പർ കേസിംഗ് കൊണ്ട് തന്നെ.
നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയും ഒക്കെ എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഈ രോഗിയുടെ, ഈ മനുഷ്യന്റെ ഏറ്റവും അടിത്തറയിൽ, അവന്റെ അവസ്ഥയുടെ ഏറ്റവും അടിത്തറയിലെത്തും. അങ്ങനെ കണ്ടുപിടിക്കുന്ന മരുന്നുകൾക്ക് ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഇത് നമ്മുടെ ഹനുമാൻ ആദ്യമേ തന്നെ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ തന്നെ പ്രോപ്പർ കേസ് ടേക്കിംഗ്, ഒരു കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത്, ആ കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു രോഗിയുടെ യഥാർത്ഥ പതിപ്പാണ്, ഒരു മിറർ ഇമേജ് ആണ്. ഒരു പേഷ്യന്റ്, ഒരു രോഗിയുടെ കറക്റ്റ് പതിപ്പാണ് കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത്. അതോടുകൂടി തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ, അതിപ്പോ നമ്മൾ ഈ പല കേസുകളിലും, ഡയബറ്റിക് കേസുകളായാലും ശരി തന്നെ, ഹൈപ്പർ ടെൻഷൻ കേസുകളായാലും ശരി തന്നെ, ക്യാൻസർ കേസുകളായാലും ശരി തന്നെ, ഒബേസിറ്റി കേസുകളായാലും, ഇതിനൊക്കെ ഒരു ജനറ്റിക് ഹിസ്റ്ററി, നമ്മൾ കേസ് ടേക്കിംഗിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജനറ്റിക് ഹിസ്റ്ററി വലുതാണ്. നമ്മൾ കേസ് ടേക്കിങ്ങിലോട്ട് ആഴത്തിൽ പോകുമ്പോൾ ഇവരുടെ എല്ലാ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇത്തരം അസുഖങ്ങൾക്കുള്ള അവരുടെ ജീൻസിനകത്ത് ഒരു പക്ഷെ അവരുടെ പാരന്റ്സിന് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അവരുടെ ഗ്രാൻഡ് പാരന്റ്സിന് ഉണ്ടാവും. മുത്തച്ഛനും മുത്തശ്ശിമാർക്കെല്ലാം ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, ഇപ്പൊ ക്യാൻസർ ഉള്ള കേസുകൾ, ചിലർ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ട്രേസ് ചെയ്ത് പോകുമ്പോഴത്തേനും അവരുടെ ഗ്രാൻഡ് പാരന്റ്സിന് ക്യാൻസറിന്റെ സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതും കൂടി നമ്മളെ ഈ ശാസ്ത്രശാഖയുടെ, ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ സാധ്യതകൾ മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഹനുമാൻ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അതിന് ശേഷം, അതാണ് നമ്മൾ ഹോമിയോപ്പതി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഹനുമാൻ പറഞ്ഞ കാര്യങ്ങളെക്കാളും പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുവാനും അതിന് സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാനും മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻസും മുന്നോട്ട് വെച്ചതും ചെയ്ത കാര്യങ്ങൾക്ക് അതിനുശേഷമുള്ള ഒരു തുടർച്ചയായിട്ട് ചെയ്യാനുള്ള ഒരു രീതിയിൽ ഹോമിയോപ്പതിക്കുള്ള സാധ്യത അത് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രശാഖയുടെ, ശാസ്ത്രത്തിന്റെ പരാജയമായിരിക്കും അത്. അതുകൊണ്ട് അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമ്മളെ അശാസ്ത്രീയം എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവര് നമ്മുടെ മെഡിസിൻസിന്റെ ഏറ്റവും വലിയ, നമ്മൾ പഠിച്ച കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് വരെ ഒരു മരുന്ന് പോലും ബാൻ ചെയ്യുവാനോ അല്ലെങ്കിൽ ആ മരുന്ന് കൊണ്ട് ഇന്ന ദോഷങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അത് അങ്ങനെ ഒരു സമ്പ്രദായമേ ഉണ്ട്. അതാണ് ഈ ഹോമിയോപ്പതിന്റെ ഏറ്റവും വലിയ ശാസ്ത്രീയത. ഇന്ന് വരെ ഒരു മരുന്ന് പോലും നിരോധിച്ചിട്ടില്ല. കഴിച്ച മരുന്ന് നിരോധിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് ബാൻ ചെയ്യാന്ന് പറയുമ്പോൾ, കഴിച്ചവന്റെ അവസ്ഥ എന്താണ്? അത് കൊടുത്ത് കഴിച്ചവന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ബാൻ ചെയ്താലും നാളെ അവരാരും കഴിക്കില്ലായിരിക്കും, പക്ഷെ ഇത് വാങ്ങിച്ച് കഴിച്ചവരുടെ ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അപ്പൊ അതാണ് ഏറ്റവും വലിയ അശാസ്ത്രീയത. കഴിച്ച മരുന്ന് ബാൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അശാസ്ത്രീയത. ഒരു മരുന്ന് പോലും ഇന്ന് വരെ ഹോമിയോപ്പതിയിൽ ഒറ്റ മരുന്ന് പോലും ഇതിന് ഇന്ന സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിരോധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഹോമിയോപ്പതി എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മളൊരു മനുഷ്യന്റെയും ഒരു അവയവവും നമ്മൾ നശിപ്പിക്കുന്നില്ല. ഒരു കുട്ടിയുടെയും ബ്രെയിനോ ഒന്നും നമ്മൾ നശിപ്പിക്കുന്നില്ല. നമ്മൾ അവരുടെ ഈ ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ട് ഒരു മനുഷ്യന് എന്തെല്ലാം, അത് ഹനുമാൻ തന്നെ ഏറ്റവും അടിവരായിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാതെ, ഒരു മനുഷ്യനെയും ഇന്നർ ഡാമേജ് വരുത്താതെ, അതാണ് ഈ ശാസ്ത്രശാഖയുടെ ഏറ്റവും വലിയ മെച്ചമായിട്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. ഇപ്പൊ ഞാൻ 83 ട്രിവാൻഡ്രം ഹോമിയോ മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഇപ്പോഴത്തെ ഈസ്പോർട്ടിലെ ജില്ലാ ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ കൊളജിയേറ്റ് ഹോസ്പിറ്റൽ. നമ്മുടെ ഐസക് സാറാണ് അന്നത്തെ പ്രിൻസിപ്പൾ. ഐസക് സാറിന്റെയൊക്കെ ആ ഒരു ശിഷ്യത്വം, ഐസക് സാറിന്റെയൊക്കെ അനുഭവങ്ങൾ, ഐസക് സാർ കാണിച്ചു തന്ന പാത, അന്ന് അദ്ദേഹം കാണിച്ചു തന്ന പാതകൾക്ക്, ആ രീതികൾക്ക് അദ്ദേഹം ഓരോ രോഗികളിലും കാണിച്ചു തന്ന ക്യൂർ, അല്ലെങ്കിൽ അദ്ദേഹം ഓരോ മരുന്ന് കൊടുത്ത് നമ്മുടെ സിംഗിൾ മെഡിസിൻസും കൊടുത്തുകൊണ്ടുള്ള അദ്ദേഹം കാണിച്ചു കഴിഞ്ഞ മാജിക്കുകൾ, അദ്ദേഹത്തിന്റെ പറയുന്ന കാര്യങ്ങളെക്കാളും നമ്മൾ അദ്ദേഹം നേരിട്ട് കാണിച്ചു എന്നുള്ളതാണ്. അവിടുത്തെ അന്നും 100 ബെഡ് ഹോസ്പിറ്റലാണത്. ആ 100 ബെഡ് ഹോസ്പിറ്റലിൽ IP ഒക്കെ മിക്കവാറും ഫുള്ളാണ്. ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെ അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. ആ പേഷ്യന്റ് ഇന്ന മരുന്ന് കൊടുക്കുക, നിങ്ങൾ അതിന്റെ ഒബ്സർവേഷൻ എഴുതുക, അതിന്റെ ഫോളോ അപ്പ് ചെയ്യുക. ആ ഒരു അറിവും കഴിവും അതൊക്കെ കിട്ടിയെന്നുള്ളതാണ് നമ്മുടെയൊക്കെ എന്റെയും ആ ജനറേഷന്റെയും ഭാഗ്യം എന്ന് പറയുന്നത്. അതുപോലെ കോഴിക്കോട് നമ്മുടെ സ്റ്റേറ്റ് സാറിനെ പോലുള്ള ആൾക്കാർ, ഇങ്ങനെ പല ഡോക്ടർമാർ, പഴയ ആൾക്കാർ കാണിച്ചു തന്ന പാതകൾ കൂടി മുന്നോട്ട് പോകുന്ന, അത് ആണ് ഈ ശാസ്ത്രശാഖയുടെ ഏറ്റവും വലിയ
ശാസ്ത്രശാഖയിലൂടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസ്തരായത്, ശാസ്ത്രശാഖകളുടെ കൂറും വിശ്വസ്തതയും ഞങ്ങൾ കിട്ടിയത് അവരിലൂടെയാണ്. അത് കാണിച്ചു തരാണ്, നേരിട്ട് കാണിച്ചു തരാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് കേസ് സ്റ്റഡിങ് ആണ്. പിന്നെ നമ്മൾ അതിന്റെ അനാലിസിസ് ആണ്, അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡിസീസ്. അത് നമ്മൾ ഈ ഹോമിയോപ്പതി ശാസ്ത്രശാഖയുടെ ഇപ്പൊ എന്നോടൊപ്പം പലരും വന്ന് ചോദിക്കാറുണ്ട്, പല പേഷ്യൻസും വന്ന് ചോദിക്കാറുണ്ട്, എന്റെ മോനെ അല്ലെങ്കിൽ എന്റെ മോള് സാറേ ഇപ്പം അവർക്ക് ഹോമിയോയ്ക്ക് അഡ്മിഷൻ കിട്ടി, ഞങ്ങൾ എന്ത് വേണം, ഞങ്ങൾ എങ്ങനെ എന്താണ് ചെയ്യാനുള്ളത്? അവളുടെ മാർക്ക് അനുസരിച്ച് ഹോമിയോയ്ക്കാണ് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ് സാറിന്റെ അഡ്വൈസ്, എന്താണ് സാർ ഇപ്പൊ എങ്ങനെയാണത്, എന്താണ് നമുക്ക് തരാനുള്ള അഡ്വൈസ്? അപ്പൊ ഇതിനകത്ത് ഞാൻ അത് അവര് ചിലരൊക്കെ പറയുന്നത് ചെയ്ത് അലോപ്പതിക്കാൾ എളുപ്പമായത് ഇത് ചേർത്താൽ നല്ലതല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അലോപ്പതിക്കാൾ പഠിക്കാൻ എളുപ്പമായിരിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെ അല്ലെന്ന് ഞാൻ അവരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. ഒരു അലോപ്പതി MBBS പഠിക്കുന്നതിനേക്കാളും സ്ട്രെനുവസ് ആണ് ഹോമിയോപ്പതി പഠിക്കുക, അങ്ങനത്തെ ഒരു സംശയം വേണ്ട. അതിനുശേഷമുള്ള ജീവിതം, പ്രാക്ടീസ് ജീവിതം അതിനേക്കാളും സ്ട്രെനുവസ് ആണ്. അതെപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ചേർക്കാനുള്ളത്. കാര്യം ഇതിനകത്ത് അലോപ്പതിയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തമായി അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡിസീസ് മാത്രം മതി പ്രധാനമായിട്ട്. പിന്നെ അവർ ഇഷ്ടം പോലെ മരുന്ന് ഫാർമക്കോളജി പഠിച്ചാൽ അവർക്ക് മരുന്ന് തരാൻ പറ്റും. പക്ഷെ ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ പാർട്ട് വരുന്നത് വെച്ചാൽ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ടു സെലക്ട് റെമഡി എന്നുള്ളതാണ്. അത് റെമഡി സെലക്ഷൻ ആയാലും ശരി, പൊട്ടൻസി സെലക്ഷൻ ആയാലും ശരി, ഡോസ് സെലക്ഷൻ ആയാലും ശരി, ഇതെല്ലാം തന്നെ ഒരു 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 മനുഷ്യന്റെ മുഴുവൻ സത്ത് പിഴിഞ്ഞെടുക്കുന്ന സംഭവമാണ്. ഇത് മൂന്നും പ്രധാനമാണ്. ഹോമിയോപ്പതി ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് ഇതാണ്. അസുഖം കണ്ടുപിടിക്കാം, അത് ഏറ്റവും നല്ലത്. അതിനകത്ത് നമുക്ക് പ്രോഗ്നോസിന് വേണ്ടി അസുഖത്തിന്റെ അവസ്ഥ മുഴുവൻ അറിയണം. പക്ഷെ ഇത് ഏറ്റവും പ്രധാനമാണ്. ഹോമിയോപ്പതി പഠിക്കുക, ഹോമിയോപ്പതി ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഈ പാർട്ടാണ്. നമ്മൾ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ പാർട്ടാണ്, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ടു സെലക്ട് റെമഡി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പാളിപ്പോയാൽ ഒന്നിലും പിന്നെ രക്ഷയൊന്നുമില്ല. ഹോമിയോപ്പതി ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് എവിടെയെങ്കിലും ഫെയിലുവർ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ചെയ്യുന്ന വ്യക്തിയുടെ മാത്രം ഫെയിലുവറാണ്. അങ്ങനത്തെ ഒരു ഇതും വേണ്ട, ചെയ്യുന്ന വ്യക്തിയുടെ മാത്രം ഫെയിലുവറാണ്. പിന്നെ മെഡിസിന്റെ റിലയബിലിറ്റി ഒരു പ്രശ്നമായി ഭാവിയിൽ വരാം. നല്ല കറക്റ്റ് മെഡിസിൻ അല്ലെങ്കിലും ഒരാൾ നല്ല മെഡിസിൻ കണ്ടെത്തി കൊടുത്തിട്ട് അത് ആ മെഡിസിൻ ആക്ട് ചെയ്യുന്നില്ല, മെഡിസിൻ ഫാർമസിയുടെ പ്രശ്നമാണെങ്കിലും വരാം. അതുകൊണ്ട് ഹോമിയോപ്പതി സമൂഹം ഏറ്റവും കൂടുതൽ മെയിനായിട്ടും നോക്കാനുള്ളത് നമ്മുടെ മെഡിസിൻസ് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം, മെഡിസിൻസ് ഏറ്റവും റിലയബിൾ ആയിരിക്കണം. ആ റെസ്റ്റോക്സും ബെല്ലും എഴുതി വെച്ചിരിക്കുന്ന മരുന്ന് റെസ്റ്റോക്സും ബെല്ലും തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. സൾഫർ, നെക്സോമിക് ഏതായാലും ആ മരുന്ന് അത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന വർക്ക് മുഴുവൻ പാഴാണ്. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ, നമ്മുടെ ആ യൂണിറ്റിലുള്ള ഡോക്ടർമാരോട് ഡിസ്കസ് ചെയ്തിട്ട്, ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. നമ്മൾ ഈ യൂണിറ്റിൽ വരുന്ന ആൾക്കാർ വളരെ അത് കുറച്ചുകൂടി സ്റ്റാഫും കുറച്ചുകൂടി ഡോക്ടേഴ്സും ഒക്കെ ഇതിനു വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള ഇപ്പൊ ഇതുവരെയും പുതിയ ഒറ്റ പോസ്റ്റ് പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഓരോ ഡോക്ടർമാർ താൽക്കാലികമായിട്ട് ചെയ്യുകയും പിന്നെ നാമെന്ന് കിട്ടിയ അഡീഷണൽ സ്റ്റാഫ് ഡോക്ടർമാരെ വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടി ഒരു യൂണിറ്റ് ഉണ്ടാകുകയും ഇതുകൊണ്ട് ചെയ്യുകയും ചെയ്യാൽ, ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു ഇതിനകത്ത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഗൈഡ് ലൈൻസിനകത്ത് എല്ലാ 14 ഹോസ്പിറ്റലിലും ഫുള്ളി എക്വിപ്ഡ് ആയിരിക്കണം. ഒരു പേഷ്യന്റ് വന്ന് അഡ്മിറ്റായി, ഒരു കാർഡിയാക് കേസാണ്, രാത്രി പ്രശ്നം ഉണ്ടായാൽ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അവിടെ ICU യൂണിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ ശാസ്ത്രശാഖയുടെ എല്ലാ ഹോസ്പിറ്റലിലും ഏറ്റവും എമർജൻസി കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ സംഭവം ഉണ്ടായിരിക്കും. ആ രീതിയിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും എമർജൻസി സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എങ്കിലും, നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലെങ്കിലും തയ്യാറാക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസും ഒരു പ്രൊജക്ടൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയുടെ സാധ്യത വളരെയധികം ഗംഭീരമാണ്. അതിനകത്ത് ഒന്നും ഒരു സംശയം വേണ്ട. ഇപ്പൊ ഈ കോവിഡ് കേസുകൾ തന്നെ ഞങ്ങളുടെ ഞാൻ ട്രിവാൻഡ്രം ജില്ലാ ഹോസ്പിറ്റലിൽ സൂപ്രണ്ടായിട്ടാണ് കുറച്ച് ദിവസം ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ MSc നഴ്സുമാരുണ്ട്, MSc BSc നഴ്സുമാരുണ്ട്. അവരൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. കോവിഡിന്റെ ഏത് സ്റ്റേജിലുള്ള കേസായാലും നമുക്ക് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ, ആ ഹോസ്പിറ്റലിലൊക്കെ. അതിനുവേണ്ടിയുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അതിനുവേണ്ടി ഡോക്ടർമാർ, ഒരു ഡോക്ടറെ വെച്ച് മാക്സിമം വർക്ക് ചെയ്യാൻ നോക്കിയൊന്നും നടക്കത്തില്ല. അതിനുവേണ്ടിയുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും BSc നഴ്സിംഗ് പാസ്സായവരൊക്കെയാണ് മെയിനായിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഇത്തരം ക്രിട്ടിക്കൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ മിടുക്കനാണ് അവിടെ ഉള്ളവരെല്ലാം. അതിനകത്ത് ഒരു സംശയം വേണ്ട. നമ്മുടെ ഈ 14 ഹോസ്പിറ്റലിലും നമ്മൾ വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് തരികയാണെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കൽ കേസുകൾ പോലും കോവിഡ് കേസുകളായാലും ശരി തന്നെ, ഏറ്റവും ക്രിട്ടിക്കൽ ലെവലുള്ള കേസുകളായാലും പോലും നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയ ഇത് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഏത് മ്യൂട്ടേഷനും ഒക്കെ തന്നെ ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചാൽ ഇപ്പം ഒരുപാട് കേസുകൾ നമ്മളിപ്പോ ഇതിനകത്ത് തന്നെ ഒരുപാട് ഡിസ്കഷൻ വന്നാണല്ലോ. കോവിഡ് കേസുകളിലൊക്കെ തന്നെ നമ്മുടെ മെഡിസിൻ കഴിച്ചവർക്കൊന്നും ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഒരു പ്രശ്നം. അപ്പൊ ഈ കോവിഡ് കേസുകളിലും ഗവൺമെന്റ് ഒരു ത്രെഡ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായിട്ട് സഫർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോവിഡ് കേസ് എന്ന പ്രശ്നം എന്നുള്ളതാണ്. അപ്പൊ അവിടെയും ഈ ജീവിതശൈലി രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിലും പ്രിവെന്റ് ചെയ്യുന്നതിലും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള കേസുകൾക്കാണ് കൂടുതൽ ഇങ്ങനെയുള്ള വൈറൽ ഡിസീസുകൾക്ക് തന്നെ കൂടുതൽ ഡാമേജ് ഉള്ളത് ഇങ്ങനെയുള്ള കേസുകളിലാണ്. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണവും അവരുടെ മാനേജ്മെന്റും ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചും ഒരു സമൂഹത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമാണ്. പിന്നെ നമ്മൾ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താറുണ്ട്. നമ്മൾ എല്ലാ ഡോക്ടർമാരും കൂടി ഇരുന്നുകൊണ്ട് എല്ലാ കേസുകളും ഡിസ്കസ് ചെയ്ത് വളരെ എല്ലാവരുടെയും സജഷൻസ് മേടിച്ചുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഈ യൂണിറ്റ് വിഭാവന ചെയ്തിരിക്കുന്നത്. പിന്നെ വ്യക്തമായ ഫോളോ അപ്പിലൂടെ നമ്മൾ നമുക്ക് ഇതിന്റെ സക്സസ് റേറ്റ് അറിയാൻ പറ്റും. 2, നമുക്ക് അതിന്റെ ഫെയിലിയേഴ്സ് എങ്ങനെ ഫെയിലിയറായി, എന്തുകൊണ്ട് ഫെയിലിയറായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് ഡേറ്റയാക്കി നമുക്ക് പല മേഖലകളിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനും പറ്റും. ഞാൻ എൻ്റെ ഈ ചെറിയ സെഷൻ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മളെ ഈ യൂണിറ്റിൽ വന്നേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ എന്ന് വെച്ചാൽ പ്രമേഹം, ഹൃദയധമനി രോഗങ്ങളാണ്. ഹൃദയധമനി രോഗങ്ങൾ, പിന്നെ ഒബേസിറ്റി, പിന്നെ ക്യാൻസർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ക്യാൻസർ, സ്ട്രോക്ക്, പിന്നെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അത് COPD കേസുകളിൽ നമ്മൾ ഈ സ്മോക്കിംഗ് കേസുകൾക്കാണ് അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും വരുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി റിസ്ക് ആണ്. ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള കേസുകൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇത്തരം കേസുകൾ നമുക്ക് അധികം ഒന്നാമത് അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ആ ഒരു റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കേസുകളും കോവിഡിന് ശേഷം നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് നോക്കാനുള്ള ഒരു ഇതില്ല, നോക്കാനുള്ള ഒരു അനുവാദം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ COPD കേസുകളിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ യൂണിറ്റിൽ അധികം നോക്കുന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ ഈ യൂണിറ്റിലൂടെ നമ്മൾ ഗവൺമെന്റിന് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും ഈ ജീവിതശൈലി രോഗങ്ങളിലുള്ള ഹോമിയോപ്പതിയുടെ സാധ്യതകൾ, അത് പ്രിവെൻഷൻ ആയാലും അത് ട്രീറ്റ്മെന്റിലായാലും ശരി തന്നെ, മാനേജ്മെന്റിലായാലും ശരി തന്നെ, കൺസർവേറ്റീവ് മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ ഞാൻ എന്റെ മരുന്ന് പാർട്ടിലൊന്നും അധികം പോയിട്ടില്ല. അതെല്ലാം നമുക്ക് ആവശ്യം. നമ്മൾ ഈ പ്രൊജക്ട് കൊണ്ട് നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങള് ഹോമിയോപ്പതി വകുപ്പിന്റെ പ്രവർത്തനം എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പഠിച്ചത്. വളരെ വ്യത്യസ്തമായ ഒരു പ്രസന്റേഷൻ ആണ് ഡോക്ടർ സുനിൽരാജ് ഇവിടെ നടത്തിയത്. നമ്മള് വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയം യഥാർത്ഥത്തിൽ പെട്ടെന്ന് എല്ലാവരും അതായിരിക്കും സബ്ജക്റ്റ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നിരുന്നാലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എന്നാൽ വളരെ പ്രസക്തമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. കാരണം ഹോമിയോപ്പതി ഗവൺമെന്റ് ആശുപത്രികളിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം പൊതുജനങ്ങൾക്ക് അറിയില്ല, നമ്മുടെയുള്ള ഡോക്ടർമാർക്കും യഥാർത്ഥത്തിൽ അറിയില്ല. ശരിക്കും ഞങ്ങളൊക്കെ പ്രൈവറ്റ് ഡോക്ടേഴ്സ് ആണ്, പക്ഷെ അവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്നറിയാവുന്നതല്ലാതെ ഇത്രയും ഭംഗിയായിട്ടാണ് അവിടെ ചിട്ടയോടുകൂടിയാണ്, അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ ശ്രമഫലമായി ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ രംഗത്ത് അരങ്ങേറുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ഇതൊരു നല്ല അവസരമായി. കാരണം വ്യത്യസ്തമാണ് വിഷയമെങ്കിലും സാറ് കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു തോന്നലും, അത് മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിനെ കുറിച്ചും, അതായത് നഴ്സുമാരും അവരൊക്കെ വളരെ കാര്യപ്രാപ്തിയുള്ളവരാണ്. എന്നിട്ട് പോലും നമുക്ക് ആ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം കൂടി സാർ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കോവിഡ് തുടങ്ങിയ കാലം മുതൽ തന്നെ നാം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ ഹോമിയോപ്പതിക്ക് വേണ്ടി തന്നെ വിട്ടുതരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഹോമിയോപ്പതിയിൽ വൻ നേട്ടം കോവിഡിൽ നേടാനാവുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഉച്ചത്തോട് തള്ളുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ സാറ് ഞങ്ങളൊക്കെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിലുള്ള ഗവൺമെന്റ് ഡോക്ടർമാരിലുള്ള വിശ്വാസം അത്ര കണ്ട്
ഉള്ളവർ തന്നെയാണ് ഞങ്ങൾക്ക് പ്രൈവറ്റ്. കാരണം അത് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കാതെ വന്നപ്പോൾ പ്രൈവറ്റ് ഡോക്ടർമാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇത് സ്വമേധയാ ഏറ്റെടുക്കുകയും അത് ഗംഭീര വിജയമാക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ അത് ഗവൺമെന്റിന്റെ അനുമതി നമുക്ക് കിട്ടി, ചികിത്സിക്കാനുള്ളത് കിട്ടി. അതുപോലെ തന്നെ ഈ പറഞ്ഞ കുട്ടികൾക്ക് പ്രതിരോധ മരുന്ന് കൊടുക്കുന്നതിനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടി. എന്തായാലും ഇതൊരു നല്ല അവതരണം തന്നെയാണ്. കാരണം നമ്മുടെ ലിമിറ്റേഷൻസും സ്കോപ്പും എല്ലാം സാർ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇനി ഇതിൽ പങ്കെടുക്കാനായി മറ്റു ഡോക്ടർമാരുടെ ചർച്ചയ്ക്കുള്ള സമയമാണ്. നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി എല്ലാവർക്കും വൺ ബൈ വൺ ആയിട്ട് സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ക്ലോസ് ചെയ്യാമോ? നമുക്ക് എല്ലാവരും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റും. സ്ക്രീൻ ഷെയറിംഗ് ക്ലോസ് ചെയ്തോ. ഡോക്ടർ രാജൻ ഇപ്പൊ തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. രാജൻ ഡോക്ടർക്ക് സംസാരിക്കാം. കേൾക്കാം. നമസ്കാരം ഡോക്ടർ സുനിൽ രാജ്. സുനിൽ രാജിനെ കണ്ടിട്ട് ഞാൻ മീറ്റിംഗ് നെറ്റ് പ്രോഗ്രാം ഈ അവസാന ദിവസത്തിലേ കയറാൻ പറ്റുള്ളൂ. ഏതായാലും സുനിൽ രാജ് കണ്ട് 2 വാക്ക് സംസാരിക്കാനുള്ള ആഗ്രഹം. ഞങ്ങൾക്ക് ഒന്നിച്ച് നേരത്തെ വളരെ അടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഞാനിപ്പോ നെറ്റ് കാലം കേൾക്കാൻ പറ്റിയില്ല. ഗ്രാമിനോട് കാണാൻ ഓക്കെ. എന്താ വളരെ സന്തോഷം. ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും രായൻ ഡോക്ടർ നെറ്റ് പോയിരിക്കുകയാണ്. നമുക്ക് ഹരിക്കരൻ ഡോക്ടറിലോട്ട് പോവാം. സംസാരിക്കാമോ? സംസാരിക്കാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഡോക്ടർ സുനിൽ രാജ് നമ്മളെ പരിചയമില്ല എങ്കിലും എനിക്ക് ഡോക്ടറുടെ ഒരു പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഏത് പോയിന്റ് ആണെന്ന് വെച്ചാല് ഈ ജനറ്റിക് ഡീകോഡിങ് ത്രൂ കേസ് ടേക്കിംഗ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ജനറ്റിക് ഡീകോഡിങ് ത്രൂ കേസ് ടേക്കിംഗ്. ഏതാണ്ട് ഒരു 60% കേസ് 60% കാര്യങ്ങളും നമുക്ക് കേസ് ടേക്കിങ്ങിലൂടെ ആ വ്യക്തിയുടെ ജനറ്റിക് ഡീകോഡിങ്ങിലൂടെ നടക്കും. ഈ മയാസത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് ടേക്കിങ്ങിലൂടെ നമുക്ക് ആ വ്യക്തിയുടെ ജനറ്റിക് ഡീകോഡിങ് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അതനുസരിച്ചുള്ള മെഡിസിൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുള്ളി ഇറ്റ് വിൽ ആക്ട്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ജനറ്റിക് ഡീകോഡിങ് കൊണ്ട് നമുക്ക് മയാസത്തെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാല് ആ ജനറ്റിക് അതിന്റെ എക്സാക്ട് റെപ്ലിക്കയാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. എക്സാക്ട് റെപ്ലിക്ക ഓഫ് ദി ജീൻസ് ഈസ് ദാറ്റ് പേഴ്സൺ. അപ്പൊ ആ പേഴ്സന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് ദ എക്സാക്ട്. അനദർ 40% എന്ന് പറയുന്നത് ഫ്രം എൻവയോൺമെന്റ്, പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ജീവിതശൈലി ആയിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഈ ചിക്കൻ അതായത് ഈ കോർട്ടിസോൺ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള ചിക്കൻ കഴിച്ചിട്ട് വരുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്. ഈ പെൺകുട്ടികൾക്കാണെങ്കിൽ ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള ഈ പീരീഡ് സംബന്ധമായിട്ടുള്ള ഒത്തിരി വേരിയേഷൻസും ഡിസീസസും വരുന്നത് ഈ കോർട്ടിസോൺ ഇഞ്ചക്റ്റഡ് ചെയ്ത ഈ ചിക്കൻ കഴിച്ചിട്ടാണ് കൂടുതലും വരുന്നത്. അത് നമ്മൾ ലിമിറ്റ് ചെയ്യുവാണെങ്കിൽ, അത് നമ്മൾ കർശനമായിട്ട് കട്ട് ഷോട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കിട്ടും. പിന്നെ അടുത്ത എനിക്കൊന്ന് പറയാനുള്ളത് ഈ പ്രഗ്നൻസി പീരീഡിലാണ്. ഈ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ ശരിക്കും കേസ് എടുത്ത് മരുന്ന് കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കേസ് എടുത്ത് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇൻവാലിഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരിക്കലും ജനിക്കത്തില്ല. ഇൻവാലിഡ് ആയിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നതിന്റെ കാര്യം ഈ ജനറ്റിക് ഇതുകൊണ്ടാണ് ഈ ഇൻവാലിഡ് ആയിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നത്, അച്ഛൻ്റെ ഇങ്ങനെ ഒന്ന് ജനിക്കുന്നത്. അത് ഈ പ്രഗ്നൻസി പീരീഡിൽ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ നമ്മൾ മയാസ്മാറ്റിക് ഡ്രഗ് 2 അതിൻ്റെ അത് മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള കുട്ടികൾ ജനിക്കത്തില്ല. അങ്ങനത്തെ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡിൽ അവർ പറയും ചിക്കൻ കഴിച്ചോളാൻ പറയും അലോപ്പതിക്കാർ.
ഒരിക്കലും അത് കഴിപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അത്. കഴിപ്പിച്ച് പോയി കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകും. ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. ഡോക്ടറുടെ അഭിപ്രായം കേട്ടാ കൊള്ളാം. ആണോ? ഡോക്ടറോട്ട് പോവാം നമുക്ക്. ഹലോ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ലളിതമായ ക്ലാസ് ആയിരുന്നു. ഗവൺമെന്റ് സർവീസിൽ വെച്ച് സാർ ചെയ്ത സേവനങ്ങൾക്ക് വളരെ നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ ഇപ്പോൾ ഗവൺമെന്റ് സർവീസിൽ തന്നെ ഉള്ള പലരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം സാറിന് ഇപ്പം സർവീസ് കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ സ്റ്റെം സെൽ സ്റ്റഡീസ് അതുമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസുമായിട്ട് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് സ്റ്റെം സെൽ സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ആധികാരികമായിട്ടുള്ള സ്റ്റഡീസ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സാണ്. നമുക്കൊന്നും ഫണ്ട്സ് ഒന്നുമില്ല വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട്. മറ്റത് ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് സർവീസിൽ ഇങ്ങനെയുള്ള വലിയ ഫണ്ട്സ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ എന്തുകൊണ്ട് വരുത്തിക്കാൻ കഴിയത്തില്ല എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഒന്ന് പറഞ്ഞാൽ കൊള്ളാം മറുപടി. ഇത് നമ്മളിതിനകത്ത് ഡോക്ടർ പറഞ്ഞത് നല്ല സെഷനാണ്. പക്ഷെ ഇത് നമ്മള് കോളേജുകാരാണ് ഇതിനകത്ത് കൂടുതൽ സ്ട്രെസ് ചെയ്യാനുള്ളത്. നമ്മള് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് വരുന്നില്ല. ഇങ്ങനെയുള്ള പ്രൊജക്ട്സ് നമ്മുടെ ഇതിൽ വരുന്നില്ല. നമ്മൾ ജനങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ക്ലിനിക്കലാണ് നമ്മൾ കൂടുതലും. അപ്പൊ അതിനകത്ത് കിട്ടിയ ഒരു എക്സെപ്ഷനാണ് ഇങ്ങനെയുള്ള ഈ പ്രൊജക്ട്സ് ഒക്കെ വന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് അതും ഇപ്പൊ ചിലര് പറയും നിങ്ങൾ ഈ ഇപ്പം ഒരു ദിവസം 25 കേസ് 30 കേസ് എടുത്താൽ പോരാ ഈ യൂണിറ്റില്. പക്ഷെ അതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നില്ല അവർക്ക്. അത്രയും തന്നെ നോക്കാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പൊ നിങ്ങൾ എണ്ണം കൂട്ടുക എന്നൊരു 50 വരെ 100 വരെ നോക്കുക എന്ന് പറയുന്നതിനകത്ത് അർത്ഥമല്ല ഉണ്ട്. അപ്പൊ ഈ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വരുന്നവരെ 100 പേര് വന്നാൽ നോക്കുക എന്നുള്ളതാണ് ക്ലിനിക്കൽ എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു വിവക്ഷ. അപ്പൊ ഇങ്ങനെയുള്ള സാർ പറഞ്ഞുള്ള കാര്യങ്ങള് നമുക്ക് കോളേജിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. കോളേജ് സർവീസിനകത്താണ് ഇതിനകത്ത് കൂടുതലും സാധ്യതകളുള്ളത്. അവിടെ ഇഷ്ടംപോലെ PG ഡോക്ടേഴ്സും ഹൗസൻസും അവർക്ക് ഇതിനുള്ള ഫണ്ട് കിട്ടുകയും ചെയ്യും. അതല്ലേ പിന്നെ നമ്മുടെ കോട്ടയത്തുള്ള കുറിച്ചിയിലുള്ള റിസർച്ച് വിങ് അവരുടെയൊക്കെ രീതിയിൽ വേണം ഇത് മുന്നോട്ട് വരാനായിട്ട്. ശരി സാർ, താങ്ക് യു. ഡോക്ടർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്? തീർച്ചയായിട്ടും. അതായത് എനിക്ക് അത് വളരെ ശക്തമായ ഒരു അടിത്തറയുള്ള സംവിധാനമാണ് നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതെന്നൊരു ധാരണ കൊടുക്കാൻ കഴിഞ്ഞാൽ ഡോക്ടർ സുനിതാവിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. കാരണം എത്രത്തോളം ഒരു ഇതിനകത്ത് പെടുന്ന ഒരു മെഡിക്കൽ ഓഫീസർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയാൻ ചില്ലറയല്ല. കാരണം ഒരു സാധാരണ ഓഫീസ് മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിസ്സാരമായ കാര്യങ്ങളോട് പല സ്ഥാപനങ്ങളിൽ ജീവനക്കാർ പോലും കാണില്ല. പല സ്ഥലത്തും പോയി കിടന്ന് ഇപ്പൊ കഷ്ടപ്പെട്ട് മാത്രമല്ല ഏച്ചുകെട്ടിയുള്ള സംവിധാനമാണ്. അവർക്കൊരു സ്ഥിര കസേര പോലും ഇല്ല. അതായത് ഇന്ന് ഒരു കസേരയ്ക്ക് നാളെ വേറൊരു കസേരയാണ്. അപ്പൊ കസേര മാറി ഇരുന്നത് പല റോളുകളും ഒരു കാലത്ത് നമ്മുടെ തിലകനെ പോലുള്ളവരും നസീറിനെ പോലുള്ളവർക്ക് ഓടിയാണ് പല സിനിമകളും അഭിനയിക്കുമ്പോൾ മെഡിക്കൽ ഓഫീസറുടെ അവസ്ഥ. ഓരോരുത്തരിൽ നിന്ന് ഓരോന്ന് പറയേണ്ട അവസ്ഥ. എവിടെയാണ് ഏത് സീനാണെന്നുള്ളത് മാറിപ്പോകും. അങ്ങനത്തെ അവസ്ഥയാണ്. പ്രത്യേകിച്ച് സ്റ്റാഫ് ഇപ്പം തുടങ്ങിയിട്ടാണ് 10-12 വർഷത്തോളമായിട്ടും നമുക്ക് ജീവനക്കാരെ ഒന്നും പ്രത്യേകിച്ച് പോസ്റ്റുകൾ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. അത് പറയാൻ നിർത്തില്ല. ഡോക്ടർ പറഞ്ഞ എന്നിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിരുന്നു. ശാസ്ത്രീയത എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ഒരിക്കൽ പറഞ്ഞത് മാറ്റി പറയുന്നതാണോ ശാസ്ത്രീയത, അതോ പറയുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നതാണോ ശാസ്ത്രീയം എന്നുള്ളത് വളരെ നല്ലൊരു ചോദ്യമാണ്. എനിക്ക് IFPHല് ഈ കഴിഞ്ഞ 464 ദിവസമുള്ള ചോദ്യങ്ങൾ ഏറ്റവും ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ബ്രഹ്മാസ്ത്രം പോലത്തെ ചോദ്യം തന്നെയായിരുന്നു അത്. എന്താണ് ശാസ്ത്രീയത? കൂടെ മാറ്റി പറയുന്നതാണോ അസ്ഥിര ബുദ്ധിയാണോ ശാസ്ത്രീയത എന്നുള്ളത് നല്ല ചോദ്യമായിരുന്നു. പിന്നെ വേറെ എനിക്ക് തോന്നിയത് കാര്യം വെച്ചാല് ഈ വിജയ് യേശുദാസന്റെ അവസ്ഥയാണ് ഹനുമാന്റെ പിന്തുടർക്കാരാണ് നമുക്കുള്ളത്. സാധാരണക്കാരെ ഒരു റോഡിൽ നിർത്തും പാട്ടുകൾ അപ്പുറം. പക്ഷേ ഇവിടെ ഏറ്റവും അങ്ങേയറ്റം സൂപ്പർലൈറ്റ് ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനകത്തൊന്നും ചെയ്യാനുള്ളത് വസ്തുതയാണ്. അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നത് പുറകെ പോകാന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്ന കാര്യമാണ്. കാരണം അത്രത്തോളം ആഴമതുണ്ട്. ഞാൻ പറയാൻ കാര്യം വെച്ചാല് ഞാൻ ഈ പ്രാക്ടീസ് മെഡിസിൻ വിഷയം പഠിച്ചത് ഓക്സ്ഫോർഡ് ടെക്സ്റ്റ് ബുക്ക് മെഡിസിൻ വെച്ചാണ് വായിച്ചത്. അത് മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥി പഠിക്കുന്നതല്ല, അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠിക്കുന്ന പുസ്തകം വായിച്ച ഒരാളാണ്.
എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽ മെഡിക്ക് ഓർഗണം പോലെ ഒന്നും എത്തില്ല എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞ പോലെ ശരാശരി ബുദ്ധിക്കാരനുള്ളതല്ല ഹോമിയോപ്പതി, ജീനിയസ് ഉള്ളതാണ് ഹോമിയോപ്പതി. അപ്പൊ ആരെങ്കിലും ഹോമിയോപ്പതി പഠിക്കണം എന്നുണ്ടെങ്കിൽ 4-3-7 മാർക്ക് വാങ്ങിച്ച് MBBS പോവുകയും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് ഹോമിയോപ്പതി പോവുകയും ചെയ്യേണ്ടതാണ് അവസ്ഥ. അതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറെ മാൻ പവറിന്റെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞ പോലെ സത്യമായിട്ട് നമ്മൾ വിഷമിക്കുന്നുണ്ട്. പിന്നെ വേറെ ഇൻഅപ്രോപ്രിയേറ്റ് ക്രോണിക് ഡിസീസ് വളരെ വ്യക്തമായിട്ട് ഹാനോൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതാണ് ചെയ്യുന്നത്. ഇനി വേറെ പ്രസക്തമായ വേറെ ചോദ്യം ഉന്നയിക്കാനുള്ളത്, ഈ ഇപ്പൊ NCD ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇപ്പൊ ചികിത്സയുണ്ട്. യഥാർത്ഥത്തിൽ NCD ക്ലിനിക്കുകൾ ചെയ്യുന്ന സമൂഹത്തിൽ മറ്റൊരു വിപത്ത് വിതരണം ചെയ്യുകയാണ്. ഓരോ വീട് തോറും കയറി ഇറങ്ങി നടന്ന് മാരകമായ മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മരുന്നുകൾ 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്നുള്ളത് കൊടുക്കുന്നത് ഉറപ്പില്ല. എന്നിട്ടും വീട് തോറും കയറി ആശാപ്രവർത്തകരെ കൊണ്ട് മരുന്ന് കൊടുപ്പിച്ച് രോഗികളെ തീറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വിപത്തുണ്ടാക്കുന്നു. വേറെ കാര്യം എന്ന് പറയുന്നത്, കോവിഡിന് ശേഷം പറയാറുണ്ട്, എന്നിരുന്നാൽ പോലും ഈ ജീവിതശൈലി രോഗങ്ങളെ കോവിഡ് കൂടുതലാക്കുന്ന ലോകിച്ചിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ, രണ്ടാമത്തെ കാര്യം വാക്സിനേഷനും പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ്, രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ സ്വതവേ ദുർബല ഓരെങ്കിലും ഗർഭിണി എന്ന അവസ്ഥയിലേക്ക് എത്തുന്നവർക്ക് തോന്നുന്നു. എന്തായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. സുനില ഡോക്ടർ, അഭിനന്ദനങ്ങൾ. ഇനിയും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരണം, പരിപാടി അവതരിപ്പിക്കണം. നമ്മുടെ പ്രസിഡന്റ് സെയ്ദ് സാറിന് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. സാറ് എന്തെങ്കിലൊന്ന് പറയണല്ലോ. സുനിലാജിനെനിക്ക് നേരത്തെ പരിചയമില്ലാന്ന് തോന്നുന്നു. ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. കാരണം വളരെ അത്യാവശ്യമായ ക്ലാസ് ആയിരുന്നു. കാരണം മെഡിസിൻ എന്ന് കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ തന്നെയും ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടിട്ട് ഹോമിയോപ്പതിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തൊക്കെ സാധ്യത ഉണ്ടോ വളരെ വ്യക്തമായി കൊടുക്കുകയാണ്. മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്ത് മെഡിക്കൽ ഓഫീസറായിട്ടായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഞാൻ വർക്ക് ചെയ്ത് 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കോളേജോട്ട് വരുന്നത്. ഇപ്പം മെഡിക്കൽ ഓഫീസറിനായിട്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് വട്ടവടയിലാണ്. വട്ടവടയിൽ ആദ്യമായിട്ട് ഡിസ്പെൻസറി ഉണ്ടായിട്ട് ഞാൻ പോവുകയായിരുന്നു. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ നമ്മുടെ തീക്ഷ്ണമായ ചില തീവ്രവാദങ്ങളും കൊണ്ട് പല രോഗികളും ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവിടെ ഹോമിയോപ്പതി ആദ്യമായിട്ട് പോവുകയാണ്. അലോപ്പതി പോലും ഇല്ല, അവിടെ ഒന്നുമില്ല. ടെലസ്കോപ്പ് വെച്ചുകൊണ്ട് കൈ വെട്ടി കാണിക്കുന്ന ആൾക്കാരായിരുന്നു. കൈ വെച്ച് നോക്കാനാണ് പറയണത്. ഞാൻ കൈ വെച്ച് നോക്കുമായിരുന്നു അവരെ. അവര് പറഞ്ഞ പോലെ ചെയ്ത് മുന്നോട്ട് പോയി വളരെ വശത്താക്കിയായിരുന്നു. ഒരാൾ ഒരു ദിവസം കള്ളുപിടിച്ച് വന്നിട്ട് എൻ്റെ കാര്യം ഒന്ന് രക്ഷപ്പെടുത്താൻ ഭാര്യ ഉറക്കയും കൊണ്ട് വരുന്നുണ്ട്. സാറ് പറഞ്ഞ എൻ്റെ ഹോമിയോപ്പതി മരുന്നാണ് വായിട്ടതെന്ന് പറഞ്ഞു. ആൽക്കഹോളാണല്ലോ. ഞാനങ്ങനെ പറയാതെ പട്ടോടെ നടന്നു സംഭവം അത്. ഞാൻ സംഗതി പറഞ്ഞു ശരിയാ. അവിടെ താഴത്തിന് കയറി വരെയാണ് ഒലക്കയും കൊണ്ട് ഇവിടെ തല്ലാൻ വേണ്ടി. കാരണം ഇയാൾക്ക് ലിവർ രക്ഷിതാ, കള്ളു കുടിക്കാനും ഡോക്ടർമാർ പറഞ്ഞ് വിലക്കിയതാ, ബോഡി ആക്കില്ല ഡോക്ടർമാര്. അല്ല പിന്നെയും പോയി കള്ളു കുടിച്ചു. അതിനുവേണ്ടി ഞാൻ പോയി ഇന്ന വേണ്ടി പോട്ടുമാ, ഇത് കള്ളൊന്നും കൊടുക്കല്ലേ, ചാപ്പിടല്ലേ, മരുന്ന് ഞാൻ ചാപ്പിട്ടത് പറവല്ലേ, ഇനി മാറ്റം ചാപ്പിടാവത് എന്ന് പറഞ്ഞു. അടി കൊടുത്ത അത് മെനക്കെടാ, ഞാൻ കൊടുത്ത സാക്ഷി പറയേണ്ടി വരും. ഒരൊക്കെ കൂടെ വരുന്നവർ എൻ്റെ ഭാര്യ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ മെഡിക്കൽ ഓഫീസർമാരിലുണ്ട്. ഞാൻ കഞ്ഞിക്കോഴി ഇരുന്നപ്പോഴേക്കും ഇവിടെ സുശീല മലയാളി കൊണ്ട് ഒരാളുടെ അച്ഛനെ ചികിത്സിച്ചു, ക്യാൻസർ പ്രോസ്റ്റേറ്റായിട്ട്. അങ്ങനെ സുഖമായപ്പോഴത്തേക്കും അവിടെ ഞാൻ ഇതിന് ഈ പറഞ്ഞ പോലെ നേരത്തെ അവിടെ ഒടിഞ്ഞ മെച്ചയൊക്കെ ആയിരുന്നു. ഈ സുശീല മലയാളി പുതിയ കെട്ടിടം കെട്ടി 4 മുറികൾ, വരാന്ത, ബാത്റൂം, ഫർണിച്ചർ കംപ്ലീറ്റ് ഇട്ട് വന്നു. അപ്പോൾ ഒരു ഉടക്കം വന്നത് സർക്കാരിൻ്റെ അടുത്ത്. വാടക പണ്ട് കൊടുത്തത് 30 രൂപയാണ്, ഇപ്പം 30 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാളെന്ന് പറഞ്ഞ് എനിക്ക് 30 വേണ്ട 40 വേണ്ട, ഒന്നും തന്നില്ലേം കുഴപ്പമില്ല, ഞാൻ ഡോക്ടറെ സ്നേഹം കൊണ്ട് ഉണ്ടാക്കി തന്നെയാണ് എന്ന് പറഞ്ഞത്. പിന്നെ 30 രൂപത്തിനാണ് സർക്കാർ ഇരുന്നത്. അന്ന് ജോൺ സാറായിരുന്നു. ജോൺ സാറിന് ഞാൻ ഒരുപാട് പറഞ്ഞു, സാറേ അത് അവമാനിക്കുന്ന തുല്യമാണ്, നീ ഇത്രയും വലിയ കിടന്ന് 30 രൂപ എന്താണ് ചെയ്യാൻ പറ്റുക, നേരത്തെ കൊടുത്തിട്ട് അങ്ങനെയാണ്. നേരത്തെ ബിൽഡിംഗ് അല്ലല്ലോ ഇത്. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ മെഡിക്കൽ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പിടിച്ചു നിന്നിട്ടാണ് ലാസ്റ്റ് കോളേജ് വന്നത്. കോളേജ് വന്നപ്പോഴാണ് കൂടുതൽ പഠിക്കാൻ ശ്രമം കിട്ടിയേക്ക്. ഒരുപാട് പഠിക്കാനും അതുണ്ടായത്. ഞാൻ മണ്ണഞ്ചേരി വർക്ക് ചെയ്യുമ്പോഴേക്കും ഒരുപാട് രോഗികൾ നോക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ തളരാൻ നിന്നിട്ടുള്ളൂ. ആ തളരയില്ല എന്നുള്ള ഒരു വസ്തുത ഇപ്പൊ കാണിക്കുന്ന യുവാവായ താങ്കളാണ്. തളർന്നിട്ട് ഞാൻ പോയിട്ടില്ല, ഞാൻ പല കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു വികാരത്തോടെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം നിങ്ങൾ ചെറുപ്പക്കാരിൽ ഇപ്പോഴും ഉണ്ടല്ലോ ആ തീഷ്ണത മനോഭാവം എന്നുള്ളത് ഹോമിയോപ്പതിയെ പറ്റിയുള്ള.
അല്ലേ? അത് വളരെ നന്നായിരുന്നു. ആ ക്ലാസ് വളരെ മോട്ടിവേഷൻ ആയിരുന്നു. ഇനിയും ഇതുപോലെ ക്ലാസ്സുകൾ വന്ന് പറയണം. ഞാൻ ഹാപ്പൻ ടു ബി എ പ്രസിഡന്റ് ഓഫ് ദിസ് IFH കേട്ടോ. അതുകൊണ്ട് ഇവിടെ റിക്വസ്റ്റ് ചെയ്യാണ്, യു പ്ലീസ് കം ആൻഡ് ഡു യുവർ ഡ്യൂട്ടീസ് ആസ് എ ഹോമിയോപ്പത്ത്. സമയം കിട്ടുമ്പോഴേക്ക് വന്നിട്ട് ഓരോ ഇതുപോലെ മരുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. മോട്ടിവേഷൻ തിയറി കൊടുത്തു, ഒരു മോട്ടിവേഷൻ കൊടുത്താൽ മതി യുവതലമുറയ്ക്ക്. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക്. യുവതലമുറ ഇപ്പം ഒന്നും ഞാനിപ്പം പിള്ളേർക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ 3-4 ട്രെയിനീസ് ഉണ്ട്. ഡേ ഡ്യൂട്ടി ഇടാറുണ്ട്, OP എഴുത്താറുണ്ട്, മെഡിസിൻ പൊതിയിപ്പിക്കാനുണ്ട്, കേസറ്റ് എടുപ്പിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ ഒരു ഹോസ്പിറ്റലിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡിസ്പെൻസറി ഇട്ടാൽ പഠിച്ചിരിക്കണം. ഇപ്പോൾ സർക്കാർ പോയാൽ, ഞാൻ വട്ടവടയിൽ പോയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല. ഒരു കേസറ്റ്, ഒരു കേസ് ഡയറി എഴുതാൻ കൂടെ എനിക്കറിയില്ല. അച്ഛനും രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല, കാരണം ഞാൻ പഠിച്ചിട്ടില്ല. അവിടെ പോയിട്ട് അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരുന്ന ഒരു മാഡം ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് എല്ലാം പോയി മനസ്സിലാക്കി ചെയ്ത് വെക്കുക. അലക്സാണ്ടർ എന്നൊരു അദ്ദേഹം ഉണ്ടായിരുന്നു, ഒരു ഹെൽത്ത് ഓഫീസർ ഉണ്ടായിരുന്നു. അവരൊക്കെ സഹായത്തോടെ പിന്നെ ഒരു പഠിച്ചത്. ഇപ്പം ബാലപഴം പഠിച്ച വട്ടവടം ഞാൻ ഹോമിയോയില്ല, റെക്കോർഡ് ചെയ്യേണ്ട പറ്റിയുള്ള ഓരോ അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്മ നേരുന്നു. കുമാറിനെ എന്നെ നേരത്തെ അറിയാമോ? എക്സാമിന് തന്നിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. അല്ലല്ല, അത് പറയേണ്ട കാര്യമില്ല. അറിയാത്ത ഒരുപാട് ഉണ്ടാവും. ഡോക്ടർ നമ്മുടെ KGH ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ അസോസിയേഷൻ എല്ലാം ആയിരുന്നു. പ്രസിഡന്റ് ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, സംഘടനയ്ക്ക് രൂപവും ഭാവവും നൽകിയ ആളും കൂടെ ഓഫീസറിന്റെ. ഞാൻ മെഡിക്കൽ ഓഫീസറിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ഫിലിപ്പോസ് സാറ് സെക്രട്ടറി ആയിരുന്നു. അബ്ദുറഹ്മാൻ ഡോക്ടർ മരിച്ചു പോയപ്പോഴേക്കും ഞാൻ അന്ന് 8 മാസമായിട്ടുള്ള എനിക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് വട്ടവട ഇരിക്കും തന്നെയാ തിരിച്ചു വന്നിട്ട് അതെ. അതൊക്കെ പഴയ സംഭവങ്ങൾ ഓർക്കാറുണ്ട് ഇപ്പോഴും. പഴയ ഓർമ്മകളൊക്കെ സാറിനോട് പങ്കുവെച്ചു, വളരെ സന്തോഷം. നമുക്ക് അതുപോലെ തന്നെ പങ്കുവെക്കാൻ പറ്റിയ ഒരു ഡോക്ടറുണ്ട് ഇവിടെ, നമ്മുടെ കുര്യൻ കുരുള സാർ. അദ്ദേഹം ഗവൺമെന്റ് ഹോസ്പിറ്റലില് വളരെ നല്ല സർവീസ് ചെയ്യുകയും ജനങ്ങളുടെ ഒരു ജനകീയനായ ഹോമിയോപ്പതിക് ഡോക്ടറാണ്. സാറിനെയാണ് നാം സുനിൽ ഡോക്ടറുമായിട്ട് സംസാരിക്കാനായിട്ട് വിളിക്കുന്നത്. സുനിൽ ഡോക്ടറുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. അതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. കേസ് ടേക്കിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഏറ്റവും ഉന്നത നിലവാരത്തിൽ പോകാനായിട്ട് ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. നമുക്കറിയാം, വലിയൊരു ഹോസ്പിറ്റലിൽ സാധാരണഗതിയിൽ നമ്മൾ ആരും പോകാറില്ല. ഇവിടുത്തെ ചികിത്സയും കഴിഞ്ഞ് പടിക്കണക്കിന് ഗുളികയും തിന്ന് ഇഞ്ചക്ഷനും എടുത്ത് മാസങ്ങൾ കിടന്നിട്ടാണ് ഒരാൾ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ആ വെല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞേച്ചും അവിടുന്ന് പിന്നെ തിരിച്ചു വരുമ്പം ഇയാൾ കഴിക്കുന്ന ചിലപ്പോൾ ഒരു ഗുളികയുടെ പകുതി, അതിന് വല്ല 50 പൈസയോ 1 രൂപയോ വിലയുള്ള ഒരു ഗുളികയായിരിക്കും ഇയാൾ കഴിക്കുന്നത്. പക്ഷെ അവിടെ രക്ഷപ്പെടുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, അവിടെ ഓരോ കേസ് ചെന്നാലും എത്ര സീരിയസ് ആയാലും കൊള്ളാം, എത്ര നിസ്സാരമായാലും കൊള്ളാം, 10 പേരിൽ കുറയാത്തുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇരുന്ന് ഓരോ കേസും ഡിസ്കസ് ചെയ്ത് മാത്രമേ അവർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എത്ര അക്യൂട്ട് കേസ് ആണെങ്കിലും ചെന്നാൽ ഉടനെ മരുന്ന് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. എല്ലാ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞിട്ട് ഈ എല്ലാ ഡോക്ടേഴ്സും റൗണ്ട് ടേബിൾ പോലെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ അവർ മെഡിസിൻ കൊടുക്കുകയുള്ളൂ. ആ ഹോസ്പിറ്റല് ഇന്ന് ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഹോസ്പിറ്റലായി നിൽക്കുന്നതിൻ്റെ പ്രധാന പോയിന്റ് ഈ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അലോപ്പതിയെക്കാട്ടിലും കൂടുതൽ ഇന്ന് ആവശ്യമുള്ളത് ഹോമിയോപ്പതിയിലാണ്. കാരണം ഇത്രമാത്രം ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഓരോ മെഡിസിന്റെയും സിംറ്റംസ് ഒരു മനുഷ്യന്റെ തലയിൽ എപ്പോഴും ഇരിക്കുകയില്ല. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന, ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതിൽ ഇത്ര ബെഡ് ഇന്ന ഡോക്ടർക്ക്, ഇത്ര ബെഡ് ഇന്ന ഡോക്ടർക്ക്, അങ്ങനെയാ പോകുന്നത്. ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ആ പേഷ്യന്റിനെ ഒരു ഡോക്ടർ വന്ന് നോക്കി പോയി. ഇനിയും റൗണ്ട്സിന് വരുമ്പം പിള്ളേർ ചിലപ്പം അവരുടെ ഡിസ്കഷന് വരുമ്പം
ചിലപ്പോൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ പറയും ഞാനായിരുന്നെങ്കിൽ ഇന്ന മെഡിസിനെ കൊടുക്കുകയുള്ളൂ. ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ഒരു കുറ്റം പറഞ്ഞു പോകും. ഇത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വന്നാൽ മാത്രമേ നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ആ പോയിന്റോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഡിസ്കഷൻസ് ഓരോ നമ്മുടെ സ്ഥാപനങ്ങളിലും വരികയാണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്തായാലും വെല്ലൂർ പോയിട്ടും ആൾക്കാർ തിരിച്ചുള്ള സാറിനെ പോലെ സേഡ് സാറിനെ പോലുള്ളവർത്താണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ വെബിനാർ ദിനം വളരെ നല്ല ഒരു ചർച്ചയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയപരിമിതി മൂലം നമുക്ക് ഇന്നത്തെ ഈ വെബിനാർ ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ചടങ്ങായ ഔദ്യോഗികമായ നന്ദി പറയുന്നതിനായി ഹിബർ ഡോക്ടറെ ക്ഷണിക്കുക. വളരെ വളരെ അനുഭവങ്ങൾ ഇത്രയേറെ പങ്കുവെക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിതെല്ലാം കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞ അത്ഭുതമാണ്. ഇത് എങ്ങനെ കോവിഡ് നമുക്ക് കൊണ്ടുവന്നു തന്ന മഹാഭാഗ്യമല്ലേ ഇത്? ഇത്രയും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ ഒരുമിച്ച് കൂടുക, ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തുക, ക്ലാസ്സുകൾ നടത്തുക, ദിവസവും നമ്മുടെ മനസ്സ് ഫ്രഷപ്പ് ചെയ്യുക. അതെല്ലാം അത് സേട്ട് സാറിനെ പോലെയുള്ള വ്യക്തിയൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കാണാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായത്. സത്യം പറഞ്ഞിരുന്ന കുരുവിള സാറ് ഇങ്ങനെയൊക്കെ എല്ലാവരും നമ്മുടെ ധനേഷ് ഡോക്ടർ ഇപ്പോഴും സാറിനെ കാണാൻ പറ്റി. അപ്പൊ ഇതെല്ലാം ഒരു മഹാഭാഗ്യമാണ്, ദൈവം തന്ന ഒരു മഹാഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഈ ഭാഗ്യത്തിന് നമുക്കൊക്കെ പങ്കാളികളാകാൻ കഴിഞ്ഞല്ലോ. അതിന് പ്രത്യേകം നന്ദി പറയുന്നു ഡോക്ടർ. ഇന്ന് പ്രത്യേകം നന്ദി പറയുന്നു. എനിക്കൂടെ കുറച്ച് തന്നേക്ക് സാർ. അതെ അതെ, കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും തമ്മിൽ അറിയുമായിരുന്നോ? അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി കൊടുക്കണം, പ്രത്യേകം നന്ദി കൊടുക്കണം. അതെ അതെ, ഇന്ന് തന്നെ ആ സൗമ്യ ഡോക്ടറുടെ ക്ലാസ് ഒക്കെ എത്ര ഇതായിരുന്നു. ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് എത്രയോ അറിവ് നമുക്ക് മിസ്സായി പല കേസുകളിലെ. എനിക്ക് അപ്പോഴാണ് ഓരോ കേസുകൾ ഓർമ്മ വന്നു, അയ്യോ ഇത് ഹഷിമോട്ടോസ് കേസായിരുന്നല്ലോ, നമ്മൾ മിസ് ചെയ്ത കേസായിരുന്നല്ലോ എന്ന്. അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു മഹാഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അതിനെല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഇതുപോലെ ഡോക്ടേഴ്സൊക്കെ എല്ലാം വരണം. കാരണം ഇതിൽ ഒരു സെക്ടറിന് ആ ഒരു ചിന്താഗതി ഒന്നും വരരുത്. ഇത് നമ്മളെല്ലാവരും നമ്മളൊരു സ്നേഹ കൂട്ടായ്മയാണ് ശരിക്കും. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് എല്ലാവരും വരണമെന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് ഒന്നുകൂടെ നന്ദി പറയുന്നു. അങ്ങനെ 463 ദിനം ഇവിടെ വെബിനാർ ഇവിടെ സമാപിക്കുകയാണ്. നാളെ ഇംഗ്ലീഷ് സെഷനിൽ ഡോക്ടർ അരുൺ എസ് ലാൽ എത്തുന്നു. നമുക്ക് പുതിയൊരു വിഷയമായി അദ്ദേഹം എത്തും. നാളെ മലയാള വിഷയം നമ്മൾ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ അറിയിക്കുക. അതല്ലെങ്കിൽ നാളെ നേരത്തിനകം പുതിയ ആളെ നമ്മൾ വെച്ച് പുതിയ പ്രോഗ്രാമായി മുന്നോട്ട് പോകും. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. حياك الله صار. جزاك الله خيرا. يعطيكم العافيه. يا بركاته. يلا.